എൻ്റെ പേര് KS സോളമൻ, കരുളായി. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഇവിടെ 100% ദൈവീകമാണ് ഖുർആൻ എന്ന് പറയുകയുണ്ടായി. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് ഏതെങ്കിലും ദൈവം പറയുമോ? മറ്റൊന്ന്, ഖുർആൻ്റെ 51-ാം അധ്യായത്തിൻ്റെ 50-51 വാക്യങ്ങളിൽ ഞാൻ അല്ലാഹുവിലേക്ക് ഓടി വരുവീൻ, ഞാൻ അവങ്കൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായ മുന്നറിയിപ്പ് നൽകുന്നവനാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ഞാൻ അല്ലേ ആ പുസ്തകം എഴുതിയത്? അടുത്ത വാക്യത്തിൽ 51-ാം വാക്യത്തിൽ അല്ലാഹുവോടൊപ്പം മറ്റൊരു ദൈവത്തെയും സ്ഥാപിക്കാതിരിക്കുകയും ചെയ്യുക, തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അവൻ്റെ അടുക്കൽ നിന്നുള്ള വ്യക്തമായ താക്കീതുകാരനാകുന്നു. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഞാൻ മുഹമ്മദ് നബി അല്ലേ? അങ്ങനെയെങ്കിൽ ഈ വചനം ദൈവത്തിൻ്റെതാണോ? എനിക്ക് മറ്റും ചില ചോദ്യങ്ങളുണ്ടെങ്കിലും എൻ്റെ ചോദ്യത്തിൻ്റെ സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യുരീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വയഅബല്ലാഹു ഇല്ലാ അൻ യുത്തിമ്മ നൂറഹു വലൗ കരിഹൽ കാഫിറൂൻ. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. സഹോദരങ്ങളെ, എന്തുകൊണ്ട് ഇസ്ലാം എന്ന വിഷയത്തെക്കുറിച്ച് നിലമ്പൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള നിച്ച് ഓഫ് ട്രൂത്ത് പ്രവർത്തകർ സംഘടിപ്പിച്ച ഈ തുറന്ന സംവാദത്തിൽ വിഷയാവതരണം നമ്മൾ കേട്ടുകഴിഞ്ഞു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബഹുമാന്യനായ ജ്യേഷ്ഠ സഹോദരൻ സോളമൻ സാർ, അദ്ദേഹം പരിശുദ്ധ ഖുർആൻ ദൈവികമല്ല, മുഹമ്മദ് നബിയുടെ സൃഷ്ടിയാണ് എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ മുതൽ ഉള്ള ചില വചനങ്ങൾ ഉദ്ധരിച്ചിരിക്കുക. ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇസ്ലാം സർവശക്തനായ തമ്പുരാനുള്ള സമ്പൂർണമായ സമർപ്പണമാണ്. ആ സമർപ്പണം ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളെയും ഉൾക്കൊള്ളുന്നു. കേവലം ആരാധനകളിൽ മാത്രമല്ല, കേവലം അനുഷ്ഠാനങ്ങളിൽ മാത്രമല്ല, കൊള്ളക്കൊടുക്കകളിലും ജൈവികമായ മറ്റ് കാര്യങ്ങളിലും, ഇണകൾ തമ്മിലുള്ള ബന്ധത്തിലും, മക്കളുള്ള ബന്ധത്തിലും, കച്ചവടത്തിലും, എല്ലാ കാര്യങ്ങളിലുമുള്ള ദൈവികമായ മാർഗനിർദ്ദേശമാണ് ഇസ്ലാം. ഈ ദൈവിക മാർഗനിർദ്ദേശം നൽകുവാൻ വേണ്ടിയാണ് പ്രവാചകന്മാരുടെ നിയോഗം ഉണ്ടായത്. ആ പ്രവാചകന്മാരിൽ അന്തിമനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആനിൽ പടച്ച തമ്പുരാൻ 3 തരത്തിൽ മനുഷ്യരോട് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. 3 തരത്തിൽ സംസാരിക്കുക എന്ന് പറയുമ്പോൾ ദൈവം തമ്പുരാൻ തന്നെയാണ് മനുഷ്യർക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കേണ്ടത്, ഏത് രൂപത്തിൽ ആരാധനകൾ നിർവഹിക്കണമെന്ന് പഠിപ്പിക്കേണ്ടത്, ആ ആരാധനകളിൽ എന്തെല്ലാം പ്രാർത്ഥനകൾ വേണമെന്ന് പഠിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ഈ സമർപ്പണവുമായി ബന്ധപ്പെട്ട തത്വങ്ങളിലൊന്ന്. പടച്ച തമ്പുരാനാണ് പ്രാർത്ഥനകളെല്ലാം മനുഷ്യരെ പഠിപ്പിക്കുന്നത്. ആ പ്രാർത്ഥനകൾ ചിലത് പരിശുദ്ധ ഖുർആനിൽ തന്നെ അവതരിപ്പിക്കപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. അതല്ലാത്ത ചില പ്രാർത്ഥനകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദിവ്യമായ വഴിപാടുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു കൊടുത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് അദ്ദേഹത്തിൻ്റെ സമുദായത്തിന് പഠിപ്പിച്ചു കൊടുത്ത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ സുഹൃത്ത് സൂചിപ്പിച്ച സൂക്തങ്ങളിൽ പടച്ച തമ്പുരാൻ ഞാൻ പറഞ്ഞതുപോലെ പല തരത്തിൽ ഫസ്റ്റ് പേഴ്സണായി, സെക്കൻഡ് പേഴ്സണായി, തേർഡ് പേഴ്സണായി എല്ലാം തന്നെ പടച്ച തമ്പുരാൻ പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും പരിശുദ്ധ ഖുർആനിൽ. ഇത് എന്തുകൊണ്ടാണ്? പടച്ച തമ്പുരാൻ സ്വീകരിച്ചിട്ടുള്ളൊരു സവിശേഷമായ ശൈലിയാണത്. അഥവാ നാം പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രാർത്ഥന ഉദ്ധരിക്കുന്ന സമയത്ത് പരിശുദ്ധ ഖുർആനിൽ നമ്മുടെ പ്രാർത്ഥന പറയുന്ന സമയത്ത്, നാം പ്രാർത്ഥിക്കേണ്ടതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് പടച്ച തമ്പുരാൻ സെക്കൻഡ് പേഴ്സണായി മാറുന്നു. നീ എന്ന്
നാം പ്രാർത്ഥിക്കേണ്ട കാര്യം പറയുമ്പോൾ നീ എന്ന് പറയേണ്ട രംഗത്ത് നീ എന്ന് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ പടച്ച തമ്പുരാൻ ഫസ്റ്റ് പേഴ്സണായി അവൻ നമ്മളോട് സംസാരിക്കുന്ന രംഗങ്ങളിൽ ഫസ്റ്റ് പേഴ്സണായി പ്രത്യക്ഷപ്പെടുന്നത് ഐ അഥവാ ഞാൻ ആയി പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ തേർഡ് പേഴ്സണായി അഥവാ ഹി ആയി അവൻ ആയി പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇത് മൂന്നും പരിശുദ്ധ ഖുർആന്റെ ഒരു സവിശേഷമായ ശൈലിയാകുന്നു. പരിശുദ്ധ ഖുർആനിൽ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നുണ്ട്, അഥവാ നേരായ മാർഗം നീ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ എന്ന്. ഈ നേരായ മാർഗം നീ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് പടച്ച തമ്പുരാനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ പ്രാർത്ഥന ആവർത്തിച്ചുകൊണ്ട് ഒരു മുസ്ലിം ദിവസേന ആവർത്തിച്ച് ചൊല്ലേണ്ട പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അവിടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് തുടങ്ങുന്ന സർവ്വലോക രക്ഷിതാവായ തമ്പുരാനെ സർവസ്തുതിയും. ആ സർവ്വലോക രക്ഷിതാവാരാണ്? അവിടെ പടച്ച തമ്പുരാൻ തേർഡ് പേഴ്സണായി പരിചയപ്പെടുത്തപ്പെടുകയാണ്. സർവ്വലോക രക്ഷിതാവായ തമ്പുരാൻ ആരാണ്? അവൻ കരുണാനിധിയാണ്, പരമകാരുണികനാണ്, പ്രതിഫല നാളിൻ്റെ ഉടമസ്ഥനാണ്. അങ്ങനെയുള്ള അവനെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അവിടെയും മനുഷ്യരുടെ ആളുകൾ പ്രാർത്ഥിക്കേണ്ട രീതിശാസ്ത്രം പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നതിന് ശേഷം വീണ്ടും പ്രാർത്ഥനയാണ്. പടച്ച തമ്പുരാൻ അവിടെ ഫസ്റ്റ് പേഴ്സണായി അല്ല പ്രത്യക്ഷപ്പെടുന്നത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ സെക്കൻഡ് പേഴ്സണായി പടച്ച തമ്പുരാൻ പഠിപ്പിക്കുകയാണ്. മനുഷ്യരെ, നിങ്ങൾ പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണ്, നിങ്ങൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയുടെ രീതിശാസ്ത്രം ഇതാകുന്നു എന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ്. ബഹുമാന ജ്യേഷ്ഠ സുഹൃത്ത് ഉദ്ധരിച്ച മറ്റ് സൂക്തങ്ങളുടെ സ്ഥിതിയും അത് തന്നെയാണ്. പരിശുദ്ധ ഖുർആൻ 51-ാമത്തെ അധ്യായം സൂറത്തു ദാരിയാത്തിലെ സൂക്തങ്ങൾ ഇവിടെ ഉദ്ധരിക്കുകയുണ്ടായി. അവിടെയും പടച്ച തമ്പുരാൻ ഞാൻ സൂചിപ്പിച്ച രീതിയിൽ അവിടെ തേർഡ് പേഴ്സണായി സ്ഥിതി ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവൻ എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചല്ല, പടച്ച തമ്പുരാനെ കുറിച്ച് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ രീതിയിൽ പടച്ചവൻ സ്വയം സംസാരിക്കുന്ന കുറേ വചനങ്ങളും നമുക്ക് കാണാൻ കഴിയും. പടച്ചവൻ തമ്പുരാൻ്റെ ആ ഫസ്റ്റ് പേഴ്സൺ ആയിക്കൊണ്ട് തന്നെ ഞാൻ എന്ന രീതിയിൽ തന്നെ പടച്ചവൻ്റെ വചനങ്ങളെ ആ രൂപത്തിൽ തന്നെ പ്രയോഗിക്കുന്നതും കാണാൻ കഴിയും. ഇത് പരിശുദ്ധ ഖുർആന്റെ സവിശേഷമായ ഒരു ശൈലിയാണ് എന്ന് നാം മനസ്സിലാക്കുക. ഏതാണ് അഭിഷേകമായി സൂചിപ്പിക്കുവാനുള്ളത്? ഉപചോദ്യം. അങ്ങനെയാണെങ്കിൽ ആ പറഞ്ഞതാണ് ശരിയെങ്കിൽ കുൽ എന്ന് പറയേണ്ടതല്ലേ? അങ്ങനെ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. കുൽ എന്ന് പരിശുദ്ധ ഖുർആനിൽ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ കുൽ എന്ന് പറയേണ്ടതല്ലേ എന്നാണ്. കുൽ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ പറയുന്ന വചനങ്ങളുണ്ട്. കുൽ എന്ന് പറയാതെ പറയുന്ന വചനങ്ങളുടെ അറബി ഭാഷയുടെ സവിശേഷ ശൈലി കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഭാഷയിൽ ചില പ്രയോഗങ്ങളിൽ വെർബ് നേരിട്ട് സ്ഥിതി ചെയ്യാതെ വെർബ് നമുക്ക് ഒരു സൈലൻ്റായി സ്ഥിതി ചെയ്യുന്ന അവസ്ഥാവിശേഷങ്ങളുടെ അറബി ഭാഷയിൽ കുൽ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ച തമ്പുരാൻ സംസാരിക്കുന്ന ശൈലിയുണ്ട്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. സോളമൻ സാറെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പടച്ച തമ്പുരാൻ സെക്കൻഡ് പേഴ്സണും തേർഡ് പേഴ്സണുമായി സംസാരിക്കുന്ന വചനങ്ങൾ അത് മുഹമ്മദ് നബിയുടേതാണ് എന്ന് വാദത്തിനു വേണ്ടി അംഗീകരിക്കുകയാണെങ്കിൽ സോളമൻ സാർ പടച്ച തമ്പുരാൻ ഫസ്റ്റ് പേഴ്സണായി സംസാരിക്കുന്ന വചനങ്ങൾ ഏതായിരുന്നാലും പടച്ച തമ്പുരാൻ്റേതാണ് എന്ന് അംഗീകരിക്കുവാൻ സന്നദ്ധമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഫസ്റ്റ് പേഴ്സണായി പടച്ച തമ്പുരാൻ സംസാരിക്കുമ്പോൾ പടച്ചവൻ പറയുന്നത് പരിശുദ്ധ ഖുർആൻ സമ്പൂർണ്ണമായി ദൈവീകമാണ് എന്നാണ്. അവിടെ ഫസ്റ്റ് പേഴ്സണോ സെക്കൻഡ് പേഴ്സണോ തേർഡ് പേഴ്സണോ ആയി പടച്ച തമ്പുരാൻ അവൻ്റെ സവിശേഷമായ ശൈലി ഉപയോഗിച്ച് സംസാരിക്കുകയാണ്. അവിടെ കുൽ എന്ന് പ്രയോഗിച്ച രംഗങ്ങളുണ്ട്, കുൽ എന്ന് പ്രയോഗിക്കാത്ത രംഗങ്ങളുണ്ട്. രണ്ടും നമുക്ക് കാണാൻ കഴിയും പരിശുദ്ധ ഖുർആന്റെ ശൈലിയിൽ എന്നുള്ളതാണ് സത്യം. കുൽ എന്ന് എല്ലായ്പ്പോഴും പ്രയോഗിച്ചു കൊള്ളണമെന്നില്ല. അതേസമയം പ്രത്യേകമായ സന്ദർഭങ്ങളിൽ പ്രത്യേകമായ വിഷയങ്ങളിൽ പ്രത്യേകമായി ഉത്തരം നൽകേണ്ടി വരുന്ന പ്രവാചകനോടുള്ള ചോദ്യങ്ങളിൽ പോലും മറ്റും കുൽ എന്ന് പച്ചയായി തന്നെ പ്രയോഗിക്കുന്നത് കാണാൻ കഴിയും. ക്രൈസ്തവ മിഷനറിമാരുമായി നജ്റാനിൽ നിന്ന് വന്ന ക്രൈസ്തവ സംഘവുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംവദിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ദൈവസങ്കല്പം എന്താണ്, ദൈവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർവചനം എന്താണ് എന്ന ചോദ്യം ക്രൈസ്തവ മിഷനറിമാർ, ക്രൈസ്തവ നിവേദക സംഘം
ചോദിച്ച സമയത്ത് പരിശുദ്ധ ഖുർആനിലെ 112-ാമത്തെ അധ്യായം സൂറത്തുൽ ഇഖ്ലാസിലെ വചനങ്ങൾ അവതരിപ്പിക്കപ്പെടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചോദ്യത്തിന് കൃത്യമായി നിർവചനം എന്നുള്ള രീതിയിൽ പടച്ചതമ്പുരാനെ എങ്ങനെ പരിചയപ്പെടുത്തണം എന്ന് പടച്ചതമ്പുരാന്റെ കൃത്യമായ ദൈവിക ബോധനം മുൻപ് ലഭിച്ചിട്ടില്ലാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ പടച്ചതമ്പുരാന്റെ കൽപ്പനയാണ് ഖുൽ ഹുവല്ലാഹു അഹദ്, പറയുക അല്ലാഹു അഹദാണ്. ഇനി ഈ ചോദ്യത്തിനുള്ള ഉത്തരവാണ് അവിടെ പ്രത്യേകമായി ഖുൽ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അത് പ്രയോഗിക്കാതെ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള പ്രാർത്ഥനകൾ പഠിപ്പിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും എന്നാണ് അഭിഷേകമായി എനിക്ക് സൂചിപ്പിക്കാൻ. അടുത്ത ചോദ്യം സ്ത്രീകളുടെ ഭാഗത്തുനിന്ന്. സ്ത്രീകളുടെ ഭാഗത്ത് തയ്യാറാകാത്തത് കൊണ്ട് പുരുഷന്മാരുടെ ഭാഗത്തു നിന്ന് ചോദ്യം. എൻ്റെ പേര് ജോണി തോമസ്, ഞാൻ നിലമ്പൂർ താമസം. ആദ്യം ഈ സമയം നമുക്ക് ഇവിടെ കൂട്ടിയതിന് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ ആരംഭിക്കുന്നു. ഇത് ഖുർആൻ ദൈവിക ഗ്രന്ഥം പറയുന്നത്, പക്ഷേ ഇപ്പോൾ 16 സൈസിനോ അതിനെ സംബന്ധിച്ച എൻ്റെ ക്വസ്റ്റ്യനാണ്. ഖുർആൻ 15:9 വാക്ക് നിങ്ങൾ പറയാം നാം, അത് സെയിം ഒരു മുഹമ്മദ് നബിയുടെ നാം പറയുന്ന മുഹമ്മദ് നബി തന്നെയാണ്, അതിനെ ഒരു സംശയമില്ല. ഞാൻ തന്നെ ഈ ഗ്രന്ഥം രചിച്ചാണ്, ഞാൻ ഈ ഗ്രന്ഥനെ രക്ഷിച്ച ഞാൻ തന്നെയാണ് പറയുമ്പോൾ മുഹമ്മദ് നബി അഭിപ്രായമാണ്. പക്ഷേ വേറെ ഒരു ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഇസ്ലാമിൻ്റെ അർത്ഥം ഇപ്പോൾ പറഞ്ഞു ദൈവത്തിന് സമർപ്പിക്കായ ജീവനാണ്. പക്ഷേ ഇത് നിങ്ങളുടെ അഭിപ്രായമാണ്. ജനങ്ങൾ എന്താ പറയുന്നത് ഇത് നിങ്ങൾ അറിയണം. ഇപ്പോൾ എൻ്റെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയാണ് ഇസ്ലാം പറഞ്ഞ വേറെ ജനമായിട്ട് വ്യത്യസ്തവർക്ക്, ഇപ്പോൾ ഉദാഹരണം പറയുക, ഒരു പുസ്തകം നമ്മൾ വായിക്കും എഴുതും ചെയ്യുമ്പോൾ വലത് ഭാഗമായിട്ട് റൈറ്റ് ആയിട്ട് ലെഫ്റ്റ് വരെ എഴുതും വായിക്കും ചെയ്യും. ഇസ്ലാം പഠിപ്പിക്കണം അതിന് വിരുദ്ധമായിട്ട് തിരിച്ചായിട്ട് പഠിപ്പിക്കണം. അങ്ങനെ മുണ്ടു കെട്ടുമ്പോൾ തിരിച്ച് കെട്ടണം, വാച്ച് കെട്ടിയാൽ നമ്മൾ എല്ലാവരും ലെഫ്റ്റ് കൈ കെട്ടുമ്പോൾ മുസ്ലാം പറയണം വലത്ത് കൈ കെട്ടണം. അതുപോലെ ഗൾഫ് പോയാൽ ഞാൻ സൗദിയിലുണ്ടാണ്, അവിടെ കണ്ടാണ് കാറെല്ലാം ലെഫ്റ്റ് സൈഡ് ഡ്രൈവ്. അതുപോലെ ടൈപ്പ് റൈറ്റിംഗ് ഇത് എല്ലാം വിരുദ്ധം. വേറെ സാധാരണ പോലെ ടൈപ്പ് റൈറ്റിംഗ് ഇല്ല, ടൈപ്പ് റൈറ്റിംഗ് ബസ്സിന് അവിടെ അങ്ങനെ വിരുദ്ധമാണ് ലെഫ്റ്റ്. അത് മാത്രമല്ല ഇപ്പോൾ ഈ സ്ത്രീകൾ ക്രിസ്ത്യനെ ഇപ്പോൾ കന്യാസ്ത്രീ വെള്ള ഡ്രസ്സ് ഇടുമ്പോൾ ഇവിടെ നിങ്ങൾ ബ്ലേക്ക് ഇട്ട് പറയുന്നത് ഒരു നിർബന്ധിക്കുന്നു. അത് വിരുദ്ധമായിട്ട് ഒരു സാധാരണ ജനങ്ങളായിട്ട് വിരുദ്ധമായി പഠിപ്പിക്കുന്ന. പിന്നെ ക്രിസ്തുവിൻ്റെ മതം സാർ ബഹുഭാര്യ വ്യഭിചാരമായിട്ട് പറയുന്നത്. ക്രിസ്തു പറയുന്ന ഒരു ഭാര്യ ശരിക്കും കല്യാണം പോലെ പാടില്ല പറഞ്ഞു. ക്രിസ്തു ബ്രഹ്മചാരിയായിട്ട് ജീവിച്ചാണ്. പിന്നെ ഒരു ഭാര്യ ഉണ്ടാവുമ്പോൾ അതിന് ഏത് കാരണവശാലും നമ്മൾ അതിന് വിവാഹമോചനം ഇല്ല. ക്രിസ്ത്യാനി ആവട്ടെ ഹിന്ദു ആവട്ടെ ഒരു ഭാര്യയാണ്, അതിന് ബഹുഭാര്യനെ പ്രോത്സാഹിക്കുന്നില്ല. പക്ഷേ മുഹമ്മദ് നബി പ്രോത്സാഹനം മാത്രമേ ഇല്ല, 8-9 കല്യാണം ചെയ്ത് തെളിയിച്ചൊണ്ടാണ്. അത് 6 വയസ്സായിട്ട് 80 വയസ്സ് വരെ വിധവ കെട്ടിയാൻ അങ്ങനെ ചരിത്രമുണ്ട്. അപ്പം വിരുദ്ധമായിട്ട് പഠിപ്പിക്കുന്ന ഒരു ഇസ്ലാം ഞാൻ മനസ്സിലാക്കിയാണ്. അതങ്ങനെ ശരിയാണോ എന്താ തെറ്റ്? താങ്ക്സ്. സാധാരണ ചോദ്യം, ഇസ്ലാം സമർപ്പണമാണ്, സമാധാനമാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വിരുദ്ധമായി മനസ്സിലായത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എല്ലാവരും തെക്കോട്ട് നടക്കുമ്പോൾ വടക്കോട്ട് നടക്കുന്നവർ മുസ്ലിങ്ങൾ എന്നാണ്. ഞാൻ ചുരുക്കം പറഞ്ഞാൽ ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞത് ഇന്നാ നഹ്നു എന്ന് പറയുന്ന ആ നാം എന്ന് പറഞ്ഞത് മുഹമ്മദ് നബി ആയിക്കൂടെ എന്നാണ്. അവിടെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഖുർആനിലെ 15-ാമത്തെ അധ്യായത്തിൽ 9-ാമത്തെ വചനം ഇവിടെ ഉദ്ധരിച്ചു. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ എന്നാണ്. നാം ഈ വേദഗ്രന്ഥത്തെ, ഈ ഉത്ബോധനത്തെ അവതരിപ്പിച്ചിട്ടുള്ള നാമാണ്. ആ നാം തന്നെ അതിനെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും എന്നാണ്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഒരു സാധാരണ മനുഷ്യൻ്റെ കേവലമായൊരു ദിവാസ്വപ്നമായി
അയാൾക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമായി മാറാമായിരുന്നു സുഹൃത്ത് പറഞ്ഞ പോലെയാണെങ്കിൽ ഇത്. എന്നാൽ അത്ഭുതകരം, ലോകത്ത് എല്ലാ വേദഗ്രന്ഥങ്ങളും മനുഷ്യരുടെ കൈകടത്തലുകൾക്ക് വിധേയമാക്കപ്പെട്ടപ്പോൾ ഖുർആൻ പച്ചയായി കൈകടത്തലുകൾക്ക് വിധേയമാക്കപ്പെടാതെ പൂർണ്ണമായ അർത്ഥത്തിൽ സംരക്ഷിക്കപ്പെടുന്നു. ഇത് ഒരു കേവലം കാട്ടറബിക്ക് പ്രവചിക്കാൻ കഴിയുന്ന, പ്രഖ്യാപിക്കാൻ കഴിയുന്ന കാര്യമല്ല. സർവ്വലോക രക്ഷിതാവായ തമ്പുരാന്റെ പ്രഖ്യാപനം തന്നെയാണ് അത് എന്ന്, അങ്ങനെ പരിശുദ്ധ ഖുർആനിലെ ഓരോ പ്രഖ്യാപനവും അങ്ങനെ തന്നെയാണ് എന്ന് അനുഭവങ്ങൾ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരാം. ഇനി സുഹൃത്തിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം സുഹൃത്തിന് ഒരുപാട് തെറ്റിദ്ധാരണകളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കായ്മയിൽ നിന്നും ഒരുപാട് പ്രചാരണ കോലാഹലങ്ങളിൽ നിന്നും എല്ലാം കൂടി ഉണ്ടായതാണ്. ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം പറയുകയാണെങ്കിൽ, അദ്ദേഹം സൂചിപ്പിച്ച ഓരോ കാര്യങ്ങളും പറയുകയാണെങ്കിൽ മണിക്കൂറുകൾ വേണ്ടി വരും. സത്യത്തിൽ സുഹൃത്ത് ഉദ്ദേശിച്ചതുപോലെ ഉള്ള ഒരു രീതിയല്ലത്. അറബി ഭാഷ എന്നത് സ്വാഭാവികമാണ്. ഏത് ഭാഷക്കും അതിൻ്റെതായ രീതി ഉണ്ടാവും. അറബി ഭാഷക്ക് മാത്രമല്ല, ഹീബ്രു ഭാഷ എവിടുന്ന എഴുതുക? ഹീബ്രു ഭാഷ, ബൈബിൾ പഴയ നിയമത്തിൻ്റെ ഭാഷ, അറബി എഴുതുന്ന അതേ രീതിയിലാണ് എഴുതുക. അതേപോലെ തന്നെ ഹീബ്രുവിലുള്ള ഒറിജിനൽ നിങ്ങൾക്ക് പഴയ നിയമം ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ മറിക്കേണ്ടി വരിക അറബിയിൽ പരിശുദ്ധ ഖുർആൻ മറിക്കുന്ന അതേ രീതിയിലാണ്. ആ ഓരോ ഭാഷ, സെമിറ്റിക് ഭാഷകളുടെ എഴുത്തിൻ്റെ രീതിശാസ്ത്രം, ഭാരതീയ ഭാഷകൾ മുൻപ് അങ്ങനെ ആയിരുന്നു. സംസ്കൃതത്തിൻ്റെ പൂർവ്വ സംസ്കൃതം, അതല്ലെങ്കിൽ ദേവനാഗരിയുടെ പൂർവ്വരീതി, ലിപി ഈ രൂപത്തിലായിരുന്നു, അറബി എഴുതുന്നത് പോലെയായിരുന്നു. പക്ഷേ ഭാരതീയ ഭാഷകൾ ദ്രാവിഡ ഭാഷയുമായി താദത്മ്യം പ്രാപിച്ചതിൻ്റെ ഫലമായി ഉണ്ടായ ഇന്നത്തെ രീതി, ഇംഗ്ലീഷിൻ്റെ അതേ രീതി, ഗ്രീക്ക് ലെറ്റേഴ്സിൻ്റെ രീതി, ഇത് അറബി സ്വാഭാവികമായിട്ടും അങ്ങനെ എഴുതുമ്പോൾ അതിനനുസരിച്ചായിരിക്കും ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ ഉണ്ടാക്കുക. അതല്ലാതെ മലയാളികൾ എല്ലാവരും ചെയ്യണതിൻ്റെ എതിരിൽ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടല്ല അത്. അതേപോലെ തന്നെ ഇസ്ലാമികമായ ചില ചര്യകളുണ്ട്. ഇസ്ലാമിക ചര്യകളിൽ വലതുഭാഗത്തിന് മുൻഗണന നൽകാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ വിഷയങ്ങളിൽ. ഇപ്പോൾ മുസ്ലിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നിർബന്ധമായും വലത് കൈ കൊണ്ടായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. അതേപോലെ തന്നെ ഓരോ വിഷയങ്ങളിൽ കൃത്യമായ മുൻഗണന നൽകുവാൻ പഠിപ്പിച്ചിട്ടുണ്ട്. വാഹനത്തിലേക്ക് കയറുകയാണെങ്കിൽ വലത് കാല് വെച്ചിട്ടായിരിക്കും കയറുന്നത്. അപ്പോൾ അത് എല്ലാവരും ഇടതുകാല് വെച്ച് കയറുമ്പോൾ വലത് കാല് വെച്ച് കയറണം എന്നുള്ളത് കൊണ്ടല്ല, പടച്ച തമ്പുരാൻ്റെ മാർഗനിർദ്ദേശം അങ്ങനെ ആയതുകൊണ്ടാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി പറഞ്ഞത് ബഹുഭാര്യത്വത്തിൻ്റെ കാര്യമാണ്. യേശുക്രിസ്തു ബൈബിളിൽ ബഹുഭാര്യത്വത്തെ വിമർശിച്ചിട്ടുണ്ടെന്നാണ് സുഹൃത്ത് പറഞ്ഞത്. യേശുക്രിസ്തുവിൻ്റെ ഒരു വചനം ബൈബിളിൽ നിന്ന് ബഹുഭാര്യത്വത്തെ വിമർശിക്കുന്നതായി എനിക്കേതായിരുന്നാലും കാണാൻ കഴിഞ്ഞിട്ടില്ല. സുഹൃത്തിനൊന്ന് ഉദ്ധരിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒന്ന് കേൾക്കാമായിരുന്നു. യേശുക്രിസ്തു വിവാഹത്തെയും നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. അതേസമയം പൗലോസ് വിവാഹത്തെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീയെ തൊടാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്നാണ് പൗലോസിൻ്റെ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ 7-ാം അധ്യായത്തിൽ 1-ാമത്തെ വചനം. സ്ത്രീകളെ തൊടാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. സത്യത്തിൽ അതാണ് തലകുത്തനെ. അത് സുഹൃത്ത് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടാം. ഈ നന്മ സ്വീകരിക്കാൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും തയ്യാറായിരുന്നെങ്കിൽ പൗലോസിൻ്റെ ആ തലമുറയോടുകൂടി ലോകത്തെ മനുഷ്യ സമൂഹം തന്നെ ഇല്ലാതാകുമായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അതേപോലെ തന്നെ കറുപ്പ് എന്ന നിറത്തിനോട് മുസ്ലിം സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് പ്രതിപത്തിയൊന്നുമില്ല. കറുപ്പ് എന്ന നിറത്തിനോട് ആ വസ്ത്രധാരണം അഥവാ മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗങ്ങൾ മുഴുവനും മറക്കണമെന്നുള്ളത് ഇസ്ലാമിൻ്റെ വിധിയാണ്. അതിൽ തിരഞ്ഞെടുക്കുവാൻ സൗകര്യമുള്ള ഒരു നിറമായി കറുപ്പ് തിരഞ്ഞെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതല്ല കറുപ്പ് എന്ന് പറഞ്ഞ നിറത്തിനോട് പ്രത്യേകിച്ച് പ്രതിപത്തിയൊന്നുമില്ല. പിന്നെ കന്യാസ്ത്രീകളുടെ നിറം വെള്ളയായതുകൊണ്ട് അതിനെതിരാകാൻ വേണ്ടി കറുപ്പ് തിരഞ്ഞെടുത്തതല്ല. അങ്ങനെ കന്യാസ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഒരു നിറവുമില്ല, അതും മനസ്സിലാക്കുക. മുൻപ് വെളുപ്പുണ്ടായിരുന്നു. അതേസമയം ഇപ്പോൾ സമൂഹത്തിനനുസരിച്ച്, സമയത്തിനനുസരിച്ച്, കാലത്തിനനുസരിച്ച്, ദേശത്തിനനുസരിച്ചുള്ള മാറ്റം എന്നുള്ളതാണ് പുതിയ നിയമം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാക്കി കുപ്പായമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ചുരുക്കത്തിൽ സുഹൃത്തിൻ്റെ മനസ്സിലാക്കലിനാണ് വളവ് സംഭവിച്ചത് എന്നെനിക്ക് തോന്നുന്നു. യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ ഓരോ വിഷയങ്ങൾക്കും നിയമപരമായ കൃത്യമായ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെക്കുറിച്ച് സുഹൃത്ത് ചോദിച്ചിട്ടില്ല. ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് അദ്ദേഹം പറയുന്ന പോയിന്റുകൾ ഓരോ ചോദ്യങ്ങളായി ഉന്നയിക്കപ്പെടുമ്പോൾ ഇൻഷാ അല്ലാഹ് മറുപടി പറയാം. അതല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യത്തിനും ഞാൻ മറുപടി പറഞ്ഞാൽ 2 മണിക്കൂർ അത് തന്നെ വേണ്ടി വരും. മറിച്ച് സുഹൃത്ത് മനസ്സിലാക്കിയതിലുള്ള അടിസ്ഥാനപരമായ പിഴവ് മനസ്സിലാക്കുക. ഏതാണ് മുസ്ലിങ്ങൾ ചെയ്യുന്നതിന് ആ ഒരു വിരുദ്ധ കോണിൽ നിന്നുകൊണ്ട് നോക്കിയപ്പോൾ സുഹൃത്തിന് തോന്നിയതാണ് എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യുന്നത്, എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നതെന്ന് സുഹൃത്തിന് തോന്നിപ്പോയതാണ്. സത്യത്തിൽ അങ്ങനെയൊന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ഓരോ വിഷയത്തിൽ ഇപ്പോൾ വലത് വശത്തിൻ്റെ ഞാൻ പറഞ്ഞു, അതേസമയം ഇടതുവശത്തെ ആ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് മുൻഗണന നൽകുന്ന രംഗങ്ങളുണ്ട്.
ഇപ്പോൾ ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ ഇടത് കാലെടുത്ത് വെച്ചിട്ടാണ് മുസ്ലിം കയറുക. അപ്പോൾ മുസ്ലിമിൻ്റെ ജീവിതത്തിൽ തന്നെ വൈരുദ്ധ്യം എന്ന് പറയേണ്ടി വരും. വാഹനത്തിൽ കയറുമ്പോൾ വലത് കാലെടുത്ത് വെച്ച് കയറി മുസ്ലിം, ടോയ്ലറ്റിൽ കയറുമ്പോൾ ഇടത് കാലെടുത്ത് വെച്ച് കയറി. ജീവിതമാകെ ഉള്ള വൈരുദ്ധ്യത്തിൻ്റെ പേരാണ് ഇസ്ലാം എന്ന് വേണമെങ്കിൽ സുഹൃത്തിന് വേറെ ഒരു ഗവേഷണത്തിനും കൂടി ഏർപ്പെടാൻ കഴിയുമെന്നുള്ളതാണ് സത്യം. സത്യത്തിൽ അങ്ങനത്തെ ഒന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൃത്യമായ ദൈവിക മാർഗദർശനം അനുസരിച്ചുള്ള ജീവിതമാണ് ഇസ്ലാം കൊണ്ട് വിവക്ഷിക്കുന്നത്. അതാണ് സമർപ്പണത്തിൻ്റെ വിവക്ഷ എന്നുള്ളതാണ് സത്യം. ഉപചോദ്യം. ശരിക്ക് അക്ബർ സാഹിബിൻ്റെ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഒരു എന്താ പറയുക, ഒരു മടപ്പും ഒരു പടത ഇടുന്ന പോലെയാണ്. ആൻസർ ക്ലിയർ ആയിട്ടില്ല. പക്ഷെ ഞാനത് എന്താ പറയുക അംഗീകരിക്കും. പോട്ടെ, നമുക്ക് അവിടെ പോകണ്ട. ഈ ചോദിക്കുന്ന കാരണം ഇതാണ്. ഇപ്പോൾ ഇസ്ലാം ഇതിന് ഞാൻ ചോദിക്കുന്ന മുമ്പേ അവർ ഇവിടെ നിലമ്പൂരത്തെ ഉദയച്ചിട്ട ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇസ്ലാം പറയുന്നത് ഖുറാനിലെ 1,27,000 പ്രവാചകന്മാരുണ്ട്. അപ്പോൾ ആ ഹിന്ദു ഉദയച്ചേട്ട എനിക്ക് തോന്നുന്ന പ്രവാചകന്മാരെ കുറെ നല്ലപോലെ അറിവുണ്ടാവും. ഇല്ലാതെ അറിയാൻ വേണ്ടി ചോദിച്ചാണ്. പക്ഷേ അതിന് ആൻസർ അക്ബർ സാബ് ശരിക്കും കൊടുത്തിട്ടില്ല. 3 ദിവസം വേണം പറയുന്നതിന് പേര് പറയാൻ വേണ്ടി. 1,27,000 പ്രവാചകൻ്റെ പേര് പറയാൻ വേണ്ടി 3 ദിവസം വേണം. ഞാൻ പറയട്ടെ, ഞാൻ ചാലഞ്ച് ചെയ്യുക. 3 ദിവസം ഇല്ല, 3 മാസം ഞാൻ സമയം തരാം. നിങ്ങൾ എൻ്റെ അഡ്രസ്സിൽ ഇതിന് ആൻസർ തന്നെ മതി. നിങ്ങൾ സാധിക്കില്ല. എന്താണ് ബൈബിൾ പഴയ നിയമം, ഇത്ര പഴയ ഗ്രന്ഥം വരെ ഇല്ല. അതിനെ 20 പ്രവാചകൻ്റെ പേരുണ്ട്, പുസ്തകമുണ്ട്. പിന്നെ എങ്ങനെ 25,000 ഈ 1,20,000 പ്രവാചകന്മാർ? ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. ഇപ്പോൾ ഊട്ടുകം പറയാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഊട്ടുകം ഒരു പ്രത്യേക പ്രാണിയാണ്, മരുഭൂമി കിട്ടുന്നതാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ ചെറിയ കുട്ടീനെ പറയും, കാണുന്ന എല്ലാം പട്ടി പൂച്ചാണ്, ഇതാ ഊട്ടുകം അതാ ഊട്ടുകം അങ്ങനെ പറഞ്ഞാൽ എന്താവും? നമുക്കും അറിയാം ഊട്ടുകം ഒരു പ്രത്യേക പ്രാണിയാണ്. അത് മരുഭൂമിയിൽ 6 മാസം വരെ വെള്ളമില്ലാതെ ജീവിക്കാൻ സാധിക്കും. പിന്നെ ഞാൻ കാണാൻ എല്ലാം സാധന കൊച്ചനെ പഠിപ്പിച്ച അത് ഒരു തെറ്റായിട്ട് പഠിപ്പിയാണ്. അതുപോലെ പ്രവാചക് എന്ന ഒരു പ്രത്യേക വ്യക്തിയാണ്. സാധാരണ ജനങ്ങളായിട്ട് ഒരു വ്യത്യസ്ത തെരഞ്ഞെടുത്ത ദൈവം നബി മന്നെ നബ മന്നെ വിളിച്ച് പറയുക. ദൈവത്തെ സന്ദേശ് ജനങ്ങളെ വിളിച്ച് പറയണം. അതാണ് നബിയുടെ ഡ്യൂട്ടി. അതിനെ തെളിയിക്കാൻ വേണ്ടി കുറേ ശക്തി അത്ഭുതം അടിയാളം നബീനെ കിട്ടും. അത് ദൈവനെ അപ്പോൾ എന്താ അത് അത്ഭുതം കാണിക്കണം. ഇല്ലാതെ ഇപ്പോൾ മുഹമ്മദ് നബി സംബന്ധി നോക്കിയപ്പോൾ ജനങ്ങൾ ചോദിച്ചു ഒരു പ്രാവശ്യം, നിങ്ങൾ ദൈവത്തെ പ്രവാചകനല്ലോ, നിങ്ങൾ ഒരു അത്ഭുതം കാണിച്ചു. അപ്പോൾ മുഹമ്മദ് നബിയോട് മാറുന്നുണ്ട്, എനിക്ക് പറ്റില്ല, അല്ലാതെ സാധിക്കും പറഞ്ഞിട്ട് അവിടെ മാറിപ്പോയി സംഭവം. അതാണ് നിങ്ങൾക്ക് ഖുറാനിലെ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെ തെളിവ് സാധിക്കും? അത് ഈ കിട്ടി ഖുറാൻ ദൈവിക് ഗ്രന്ഥമാണ്, അത് നമുക്ക് പറയാൻ പറ്റില്ല. എന്താണ് ഞാൻ ചോദിക്കണേ, നിങ്ങൾക്ക് 1,27,000 നബിമാർ വേണം. ഞാൻ പറഞ്ഞ നബി കണ്ടീഷൻ നബി ആയിട്ട് എനിക്ക് അതിന് ഉത്തരം ഇപ്പോൾ വേണ്ട, 2-3 ദിവസം വേണ്ട, ഞാൻ 3 മാസം സമയം തരാം, എനിക്ക് കിട്ടിയാൽ മതി. ഇല്ലാതെ നിങ്ങൾ ഈ ഖുറാനിൽ ഈ വചനം തെറ്റ നിങ്ങൾ സമ്മതിക്കണം. ഇല്ല അത്ര എൻ്റെ ക്വസ്റ്റ്യൻ. സുഹൃത്ത് പറയുന്നത്, ഈ പ്രോഗ്രാം മുമ്പ് നിലമ്പൂർ നടന്നൊരു പ്രോഗ്രാമിൽ അദ്ദേഹം ചോദ്യം ചോദിച്ചിരുന്നു. ആ ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം കിട്ടിയിട്ടില്ല എന്നാണ് സുഹൃത്തിൻ്റെ വാദം. ആ ചോദ്യം ചോദിച്ച അന്നത്തിൽ നിന്ന് അന്ന് ഞാൻ സ്വാഭാവികമായിട്ടും പറഞ്ഞിട്ടുണ്ടാകണം, ഏതെങ്കിലും ചോദ്യത്തിന് ഉത്തരമായിട്ടെങ്കിലും നിങ്ങൾ ഖുർആനിൽ നിന്ന് ഇസ്ലാമിനെ പഠിക്കുന്നു. അപ്പോൾ ചോദ്യത്തിന് ഉത്തരം അന്വേഷിച്ചുകൊണ്ടല്ല സുഹൃത്ത് വന്നത് അന്നും ഇന്നും എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് ശേഷം ഒരിക്കലും പരിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരു വചനം ഒന്ന് മറച്ചു നോക്കാനെങ്കിലും ഒരു വിമർശനത്തിനെങ്കിലും ഒന്ന് മറച്ചു വെക്കാൻ സുഹൃത്തിന് തോന്നിപ്പോയിട്ടില്ല എന്നത് സങ്കടകരമായ അത്ഭുതമായി നിലനിൽക്കുകയാണ്. അവിടെയാണ് അധപ്പതനത്തിൻ്റെ ആഘാതത്വം നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഖുർആനിൽ 1,24,000 പ്രവാചകന്മാരുണ്ടെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഖുർആനിലൊരു വചനേ ഇല്ല. ആദ്യം സുഹൃത്ത് അത് മനസ്സിലാക്കുക, എന്നിട്ടല്ല ഖുർആനിലെ വചനം മാറ്റേണ്ടേ ഉള്ളൂ. ഖുർആനിലെ വചനം മാറ്റണം. ഞാൻ തോറ്റ് എന്ന് സമ്മതിച്ചാൽ പിന്നെ ചെയ്യേണ്ട ഖുർആനിലെ വചനം വായിക്കണം എന്നാണ്. ആദ്യം 24,000 പ്രവാചകന്മാരുടെ പേര് പറയാം, അത് എന്നിട്ടില്ലെങ്കിൽ ഖുർആനിലെ വചനം വായിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് അതായി നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്ന കാര്യമാണ് സുഹൃത്ത് പറഞ്ഞത്. ഖുർആനിലെ വചനമല്ല.
സുഹൃത്തിനെ സംബന്ധിച്ചിടത്തോളം ഖുർആനിലെ വചനവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനവും റസൂലിനെ കുറിച്ച് അന്നത്തെ ചരിത്രകാരന്മാർ പറഞ്ഞ വചനവുമെല്ലാം ഖുർആനായി തെറ്റിദ്ധരിക്കുക സ്വാഭാവികമാണ്. കാരണം ബൈബിളിൻ്റെ രൂപം ആ രൂപത്തിലുള്ളതാണെന്നുള്ളതുകൊണ്ട്. ബൈബിളിൽ ദൈവിക വചനവും പ്രവാചക വചനവും പ്രവാചകന്മാരെ കുറിച്ച് ചരിത്രകാരന്മാർ പറഞ്ഞതും പിന്നീട് പുരോഹിതന്മാർ എഴുതി ചേർത്തതും എല്ലാമുള്ള വചനങ്ങളുടെ സങ്കേതമാണ് ബൈബിൾ എന്നുള്ളതുകൊണ്ട് അതേ അളവുകോൽ വെച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ ഉണ്ടായ അബദ്ധമാണിത്. ഖുർആനിൽ അങ്ങനെ ഒരു വചനമില്ല, അതുകൊണ്ട് തന്നെ മാറ്റണ്ട. ഇനിയുള്ള പ്രശ്നം 1,24,000 പ്രവാചകന്മാരുടെ പേര് പറയണമെന്ന്. 3 മാസം മുമ്പ് ആ സുഹൃത്തിൻ്റെ വക തരാമെന്നാണ് സുഹൃത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഓഫർ. ഏതായിരുന്നാലും 3 മാസമല്ല 3 ലക്ഷം മാസം തന്നാലും പറയാൻ കഴിയില്ല. ആ പ്രവാചകന്മാരുടെ പേര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാത്തിടത്തോളം കാലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാത്തിടത്തോളം കാലം എനിക്ക് പറയാൻ കഴിയില്ല. അതേസമയം ഈ പ്രവാചകന്മാരുടെ പേര് പറയുക എന്നോ പേര് പഠിക്കുക എന്നതോ പേര് പറഞ്ഞിട്ട് ആ പ്രവാചകന്മാർ എല്ലാവരും ഉണ്ടായിരുന്നു എന്ന് പറയുക എന്നതോ അല്ല ഇസ്ലാമിന് ലോകത്തിൻ്റെ മുന്നിൽ പറയാനുള്ളത്. ലോകത്ത് എവിടേക്കെല്ലാം പ്രവാചകന്മാർ കടന്നു വന്നുവോ, എവിടെയെല്ലാം മനുഷ്യരുണ്ടോ അവിടേക്ക് മുഴുവനും ദൈവികമായ മാർഗദർശനം നൽകുവാൻ വേണ്ടി പ്രവാചകന്മാരുടെ നിയോഗമുണ്ടായി എന്നാണ്. ദൈവം തമ്പുരാൻ നീതിമാനാണ് എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. ദൈവം തമ്പുരാൻ മനുഷ്യരെ സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ മനുഷ്യരോട് നീതി പ്രവർത്തിച്ചിട്ടുള്ളവനാണ് എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. ആദാമിൻ്റെ മക്കളായി ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് ചിന്നിച്ചിതറിപ്പോയ മനുഷ്യ സമൂഹത്തിന് മുഴുവനും ഈ സത്യമാർഗത്തിലേക്ക്, സ്വർഗത്തിൻ്റെ പാതയിലേക്ക്, നിത്യജീവനിലേക്ക് നയിക്കാൻ വേണ്ടി പ്രവാചകന്മാരെ നിയോഗിച്ചുകൊണ്ട് വഴി കാണിച്ചു കൊടുത്ത നീതിമാനാണ് പടച്ച തമ്പുരാൻ. ബൈബിൾ മാത്രം ശരിയെന്ന് വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ബൈബിളിലെ ദൈവം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ പക്ഷപാതിയായ, ഇസ്രായേലർക്ക് വേണ്ടി വാദിക്കുന്ന, ഇസ്രായേലർക്ക് വേണ്ടി സ്വർഗം സംവരണം ചെയ്തു വെച്ചിട്ടുള്ള, ഇസ്രായേലർക്ക് മാത്രം ദൈവിക മാർഗദർശനം നൽകുന്ന ഒരു ദൈവമാണ്. മാത്രല്ല ആ ബൈബിൾ പ്രകാരം ആ ദൈവമുണ്ടല്ലോ, യഹോവ എന്ന ബൈബിളിലെ ദൈവം ഇസ്രായേൽ തറവാട്ടിൻ്റെ പിതാവായ യാക്കോബുമായി ഗുസ്തി പിടിച്ച് തോറ്റ ദൈവമാണ്. അപ്പോൾ സ്വാഭാവികമായും ഇസ്രായേൽ വംശീയതയുടെ സ്വാധീനം കാണുന്ന ബൈബിൾ പഴയ നിയമത്തിലെ പ്രവാചക സങ്കല്പവുമായി ഇസ്ലാം പൂർണ്ണമായ വൈരുദ്ധ്യം പുലർത്തുന്നു. ഇസ്ലാം പറയുന്നത് ഏതെങ്കിലും തറവാടിനോ ഏതെങ്കിലും വിഭാഗത്തിനോ ഏതെങ്കിലും പ്രദേശത്തിനോ ഏതെങ്കിലും ദേശത്തിനോ കുത്തകയല്ല ധാർമ്മികമായ മാർഗനിർദ്ദേശം എന്നാണ്. അതാണ് പരിശുദ്ധ ഖുർആനിലെ വൈൻ മിൻ ഉമ്മത്തിനില്ല ഖലാഫിഹ നദീർ, ഒരൊറ്റ സമുദായവും കഴിഞ്ഞു പോയിട്ടില്ല ഒരു മുന്നറിയിപ്പുകാരൻ്റെ നിയോഗം ഉണ്ടായിട്ടല്ലാതെ എന്ന പ്രഖ്യാപനം വഴി ഖുർആൻ പ്രഖ്യാപിക്കുന്നത്. അതിൻ്റെ വ്യാഖ്യാനമായിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള മനുഷ്യ സമുദായത്തിൽ ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ദേശങ്ങളിലേക്ക് ദൈവിക മാർഗദർശന പ്രകാരം മനുഷ്യരെ നയിക്കുവാൻ വേണ്ടി പ്രവാചകന്മാരുടെ നിയോഗമുണ്ടായിട്ടുണ്ട് എന്ന്. ആ പ്രവാചകന്മാരുടെ നിയോഗം എല്ലായിടത്തേക്കും ഉണ്ടായിട്ടുണ്ട്. ആ പ്രവാചകന്മാരിൽ അന്തിമനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യേശു ക്രിസ്തു ഇസ്രായേൽ സമുദായത്തിലേക്ക് കടന്നു വന്നൊരു പ്രവാചകനാണ്. അവിടെ 1,25,000 പ്രവാചകന്മാരുടെ പേര് പറയുക എന്നതല്ല ഒരു മുസ്ലിം പ്രബോധകന്റെ ദൗത്യം. അങ്ങനെ കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ 1,25,000 പ്രവാചകന്മാരുടെ പേര് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതല്ല. ഒരു ജനങ്ങളെ ധാർമ്മികമായി ദൈവിക മാർഗദർശനത്തിലൂടെ വഴി നടത്തുവാൻ വേണ്ടി കടന്നു വന്ന ആ അന്തിമ പ്രവാചകന്റെയും ലക്ഷ്യതല്ല. മറിച്ചെന്താണ്, ഈ പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച പാതയിലേക്ക് മനുഷ്യരെ തിരിച്ചു കൊണ്ടുപോകലാണ്. യേശു പഠിപ്പിച്ച പാതയിൽ നിന്ന് ക്രിസ്ത്യാനികൾ വഴിതെറ്റിപ്പോയി. മോശ പഠിപ്പിച്ച പാതയിൽ നിന്ന് യഹൂദന്മാർ വഴിതെറ്റിപ്പോയി. ഇതേപോലെ തന്നെ ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലുള്ള ഭാഗങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ പഠിപ്പിച്ച പാതയിൽ നിന്ന് ആ സമുദായങ്ങൾ വഴിതെറ്റിപ്പോയി. ആ വഴിതെറ്റിപ്പോയത് കൊണ്ട് അവരെ തിരിച്ച് ആ പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച പാതയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയാണ് അന്തിമ പ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം ഉണ്ടാകുന്നത്. അവിടെ 1,00,000 ചില്ലാനം പ്രവാചകന്മാരുടെ പേര് ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി അടുത്ത പ്രാവശ്യം അന്നത്തെ 2 കൊല്ലം മുമ്പ് പറഞ്ഞ അന്നത്തെ ചോദ്യത്തിന് ഉത്തരം എനിക്ക് സംതൃപ്തമായിട്ടില്ല എന്ന് സുഹൃത്തിന് പറയാം. ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടില്ല എന്ന് പറയരുത്. സുഹൃത്തിന് സംതൃപ്തമാവണമെങ്കിൽ സുഹൃത്ത് പറഞ്ഞ പോലെ ഞാൻ 3 ദിവസം ഇവിടെ നിന്നിട്ട് അവരെ പേരുണ്ടാക്കി പറയാൻ കഴിയില്ലല്ലോ. 25 പ്രവാചകന്മാരുടെ പേരെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളൂ, അത് പറയാൻ പറ്റും, അല്ലാത്ത പറയാൻ കഴിയില്ലല്ലോ. ഇനി എന്താ, പ്രവാചകനാകണമെങ്കിൽ അത്ഭുതം കാണിക്കണം എന്നാണ്. പ്രവാചകനാകണമെങ്കിൽ അത്ഭുതം കാണിക്കണം ആണ്
പിന്നെ സുഹൃത്ത് പറയുന്നത്? തീർച്ചയായും പ്രവാചകനാണെങ്കിൽ അത്ഭുതം കാണിക്കണം. ബൈബിളിൽ പഠിപ്പിച്ചിട്ടുള്ള പ്രവാചകന്മാരെല്ലാവരും കാണിച്ച അത്ഭുതങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി പറയാൻ സുഹൃത്തിന് ഞാൻ തിരിച്ചൊരു വെല്ലുവിളി നടത്തുകയാണ്. ബൈബിളിൽ പ്രവാചകന്മാരായി പഠിപ്പിക്കപ്പെട്ട ഒരുപാട് പേരുണ്ട്. അബ്രഹാം പ്രവാചകൻ നടത്തിയ അത്ഭുതം എന്താണ്? ഇസ്ഹാക്കിന്റെ അത്ഭുതം എന്താണ്? ഓരോരുത്തർക്കും കൃത്യമായ അത്ഭുതങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ടാകാം. പക്ഷേ ബൈബിൾ അത് വിശദീകരിക്കുന്നുണ്ടോ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇനി മറ്റൊരു വശം, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ അത്ഭുതം കാണിച്ചില്ല. ഒരത്ഭുതം കാണിച്ചില്ല, പാവം പോയി. ബാക്കി എല്ലാവരും അത്ഭുതം കാണിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അത്ഭുതം കാണിക്കാണ്ടായില്ല. സത്യത്തിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ഭുതങ്ങളെക്കുറിച്ചുള്ള അവകാശവാദങ്ങളിൽ യാതൊരു കഴമ്പുമില്ല എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇസ്ലാമിക പ്രബോധകന്മാർ ആ അത്ഭുതങ്ങളെക്കുറിച്ച് പറയാത്തത്. എന്തുകൊണ്ടെന്നാൽ അത്ഭുതം യേശു ക്രിസ്തു മരിച്ചവരെ ജീവിപ്പിച്ചു എന്ന് നമ്മൾ പറയും, മുസ്ലിങ്ങൾ പറയും. കാരണം ഖുർആനിലതുണ്ട്, ബൈബിളിലുണ്ട്. അതുകൊണ്ട് ക്രൈസ്തവർ പറയും. പക്ഷേ ഭൗതികവാദി പറയുന്നു യേശു മരിച്ചവരെ ജീവിപ്പിച്ചു എന്ന് പറയുന്നു. യാതൊരു തെളിവുമില്ല. ആ തെളിവില്ല എന്ന് പറയുന്നവർക്ക് തിരിച്ച് മറുപടി കൊടുക്കാനില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായ അത്ഭുതങ്ങളെ പരിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും വ്യക്തമാക്കി പറഞ്ഞു തരുന്നുണ്ട്. യേശുവിൻ്റെ ജീവിതത്തിൽ പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ മറ്റു പ്രവാചകന്മാരുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത രീതിയിലുള്ള അത്യത്ഭുതകരമായ കാര്യങ്ങൾ. ചന്ദ്രൻ പിളർന്ന സംഭവം പ്രവാചകന്റെ ജീവിതത്തിലുണ്ടായ അത്ഭുതമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായ അത്ഭുതമാണ്. ഖുർആനിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്, സഹിഹായ ഹദീസുകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്. ഒരൊറ്റ രാത്രി കൊണ്ട് മക്കയിൽ നിന്ന് ജെറൂസലേമിലേക്ക് പോവുകയും അവിടെ നിന്ന് വാനലോകങ്ങളിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്ത അത്ഭുതം ഇസ്രാഉം മിഅ്റാജും പ്രവാചകന്റെ ജീവിതത്തിലല്ലാതെ ബൈബിളിൽ മറ്റൊരു ആളുടെയും ജീവിതത്തിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വേദഗ്രന്ഥത്തിലോ ഏതെങ്കിലും ഒരു ജീവിതത്തിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യമാണ്. പക്ഷെ നമ്മൾ എന്തുകൊണ്ടത് പറയുന്നില്ല? നമ്മെ സംബന്ധിച്ചിടത്തോളം കേവലമായ അവകാശവാദങ്ങളിൽ, പ്രത്യേകിച്ച് അവകാശവാദങ്ങളിൽ മതപ്രബോധനത്തിന് പ്രസക്തിയില്ല എന്നുള്ളത് കൊണ്ടാണ്. തിരിച്ചു ചോദിക്കും ഭൗതികവാദി, ഇത് വെറുതെ പറയുന്നൊരു വർത്താനം, എന്താ തെളിവ്? അവിടെയാണ് നമുക്ക് ലോകത്തിൻ്റെ മുന്നിൽ പച്ചയായി അവതരിപ്പിക്കുവാനുള്ള അത്ഭുതം സ്ഥിതി ചെയ്യുന്നത്. അതാണ് ഖുർആനാകുന്ന അത്ഭുതം, പരിശുദ്ധ ഖുർആനാകുന്ന അത്ഭുതം. അതുകൊണ്ടാണ് നമ്മൾ അത് പറയുമ്പോൾ ഇവരെടുത്ത് ഖുർആൻ മാത്രമേ ഉള്ളൂ, ബാക്കി അത്ഭുതങ്ങളൊന്നുമില്ല എന്നൊരു ധാരണ പൊതുവെ മിഷനറിമാരുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിന് ഉപോത്ബലകമായി ചില ഖുർആൻ സൂക്തങ്ങൾ അവർ ദുർവ്യാഖ്യാനം ചെയ്യാറുമുണ്ട്. അത് സുഹൃത്ത് ഇവിടെ പറഞ്ഞു. എന്താണത്? പരിശുദ്ധ ഖുർആനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നുകൊണ്ട് ചില ആളുകൾ അവരിങ്ങോട്ട് ആവശ്യപ്പെടുക, അത്ഭുതം ചെയ്യ്, ആകാശത്തുനിന്ന് ഒരു ഗ്രന്ഥം ഇറക്കിക്കൊണ്ട, ആകാശത്തിൽ നിന്ന് നീ ഒരു ഗ്രന്ഥം ഇറക്കിത്താ, അതല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന രീതിയിലുള്ള അത്ഭുതങ്ങൾ നീ ചെയ്യ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്ഭുതങ്ങളുടെ കാര്യത്തിൽ വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ പടച്ച തമ്പുരാൻ മാനവ സമുദായത്തിന് പ്രവാചകത്വത്തിന്റെ ദൗത്യം എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി പറഞ്ഞയച്ച പ്രവാചകനോട് പറയുന്നു, അത്ഭുതങ്ങൾ എൻ്റെ കീശയിലുള്ളതല്ല, എനിക്ക് എൻ്റെ സ്വന്തം ഇഷ്ടമനുസരിച്ച് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അത് സന്ദർഭത്തിന് അടർത്തിയെടുത്ത് ദുർവ്യാഖ്യാനം ചെയ്ത ക്രൈസ്തവ മിഷണറിമാരുടെ രചനകൾ വായിച്ചിട്ടാണ് സുഹൃത്ത് പറയുന്നത്. എന്നാൽ യേശു ഒരു അത്ഭുതം ചെയ്തിട്ടില്ല. ഞാൻ പറയും ബൈബിളിലെ വചനങ്ങൾ ഞാൻ ഉദ്ധരിക്കാം. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിലെ 38-39 വചനങ്ങൾ എടുത്തു നോക്കാം. എന്താ പറയുന്നത്? യേശുവിനോട് അത്ഭുതം ചോദിക്കുന്ന ആളുകൾ, അവിടെ യേശു ക്രിസ്തു തിരിച്ച് മറുപടി പറയുന്നു, ദുഷ്ടവും അവിശ്വസ്തവുമായ തലമുറ അല്ലാതെ അടയാളം ചോദിക്കുന്നില്ല. അവർക്ക് യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ മറ്റൊരു അടയാളവും ലഭിക്കുകയില്ല. യോന 3 രാവും 3 പകലും കടലാനയുടെ വയറ്റിൽ കിടന്നതുപോലെ മനുഷ്യപുത്രൻ 3 രാവും പകലും ഭൂമിയുടെ ഉള്ളിലിരിക്കും. അപ്പം എന്താ? അവർക്ക് യോനാ പ്രവാചകന്റെ അടയാളം മാത്രമേ കൊടുക്കൂ. ഇതിനർത്ഥം യേശു മരിച്ചവരെ ജീവിപ്പിച്ചിട്ടില്ല എന്നാണോ? യേശു കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയിട്ടില്ല എന്നാണോ? മറിച്ച് കൃത്യമായി എത്ര അത്ഭുതങ്ങൾ ചെയ്തിട്ടും ആ അത്ഭുതങ്ങളോട് പുറംതിരിഞ്ഞു നിൽക്കുകയും വീണ്ടും കേവലം അത്ഭുതം ചെയ്യുവാൻ വേണ്ടി ആവശ്യപ്പെടുകയും അത്ഭുതങ്ങളെ പരീക്ഷണാത്മകമായി സംസാരിക്കുകയും ചെയ്ത ആ ആളുകളോട് തിരിച്ച് യേശു മറുപടി പറയുന്നതായിട്ടാണ് ബൈബിൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ രൂപത്തിൽ പരിശുദ്ധ ഖുർആൻ പറയുന്നത് എന്തുമാത്രമാണ്? ഈ അത്ഭുതങ്ങൾ പ്രവാചകന്മാരുടെ ആരുടെയും പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കാൻ പറ്റുന്ന സാധനമല്ല.
മറിച്ച് ആ പ്രവാചകന്മാർ ഓരോ അത്ഭുതം കാണിക്കുമ്പോഴും യേശു ക്രിസ്തു പറഞ്ഞല്ലോ, ഇത് എനിക്ക് സ്വന്തമായി യാതൊന്നും ചെയ്യാൻ കഴിയില്ല. യേശു പറയുന്നത് നിങ്ങൾ കാണാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ 19-ാമത്തെ വചനത്തിൽ, എനിക്ക് സ്വന്തമായി യാതൊന്നും ചെയ്യാൻ കഴിയില്ല, പിതാവായ ദൈവം ചെയ്തു കാണിക്കുന്നത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. വീണ്ടും യേശു ക്രിസ്തു പറയുന്നു യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ 30-ാമത്തെ വചനത്തിൽ, ഞാൻ സ്വയമായി യാതൊന്നും ചെയ്യുന്നില്ല, പിതാവ് ചെയ്തു കാണിക്കുന്നതല്ലാതെ ഞാൻ സ്വയമായി യാതൊന്നും ചെയ്യുന്നില്ല. ഇതിനർത്ഥം എന്താ? യേശുവിന് സ്വന്തമായി യാതൊന്നും ചെയ്യാൻ കഴിയില്ല. ഇത് തന്നെയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ കൽപ്പിക്കുന്നത്. അത് ഈ വചനങ്ങളെ സന്ദർഭത്തിൽ നടത്തിയെടുത്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരത്ഭുതവും ചെയ്തിട്ടില്ല എന്ന് പറയേണ്ടതില്ല. പ്രവാചകന്റെ അത്ഭുതം, പ്രവാചകന്റെ പ്രവാചകത്വത്തിനുള്ള തെളിവ് നിങ്ങൾക്ക് ഏത് സമയത്തും പരിശോധിക്കാവുന്ന തെളിവ് പരിശുദ്ധ ഖുർആനാകുന്ന തെളിവാകുന്നു. നിങ്ങൾക്ക് പരിശോധിക്കാം. ആ വിഷയമായി ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. ആ വിഷയത്തിലല്ല ചോദ്യം, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അത് പരിശോധിക്കാം, പഠിക്കാം, മനസ്സിലാക്കാം. അത്ഭുതങ്ങളുടെ അത്ഭുതമാണ് എന്ന് ബോധ്യപ്പെടാം എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. എൻ്റെ പേര് ജയചന്ദ്രൻ, കാളിയോ സ്ഥലം. ഹൈന്ദവ ഗ്രന്ഥങ്ങളായ വേദങ്ങളും ഉപനിഷത്തുകളുമാണ് ആദ്യം രചിക്കപ്പെട്ടത് എന്ന് പറയുന്നു. അതിനുശേഷം രചിക്കപ്പെട്ട ബൈബിൾ, അതിനുശേഷം മുഹമ്മദ് നബിയിലൂടെ രചിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ, അത് ഏറ്റവും ശ്രേഷ്ഠവും പെർഫെക്റ്റുമാണ് വിശുദ്ധ ഖുർആൻ എന്ന് നിങ്ങൾ സ്ഥാപിക്കുന്നു. അപ്പോൾ ഞാൻ പറയുകയാണ്, ആദ്യം രചിക്കപ്പെട്ട ഹൈന്ദവ ഗ്രന്ഥങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠമായത്, അതല്ല അതിനുശേഷം രചിക്കപ്പെട്ട ബൈബിളാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് എങ്ങനെ തെളിയിക്കാൻ കഴിയും? കാരണം വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ഗ്രന്ഥം റെഫർ ചെയ്ത് മാത്രമേ നമുക്കത് ഉത്തരം പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏതാണ് ശ്രേഷ്ഠമായിട്ടുള്ളതെന്ന്, പെർഫെക്റ്റ് ആയിട്ടുള്ളതെന്ന് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? ബഹുമാനായ സുഹൃത്ത് ചന്ദ്രൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. എല്ലാവരും അവനവൻ്റെ വേദഗ്രന്ഥങ്ങൾ ശ്രേഷ്ഠമാണെന്നും ഉന്നതമാണ് എന്നുമെല്ലാം പറയുന്നു. എന്നാൽ ഇത് ഇങ്ങനെ പറയാ എന്നല്ലാതെ എങ്ങനെ സ്ഥാപിക്കാൻ കഴിയും? എങ്ങനെ കൃത്യമായി പറയാൻ പറ്റും? ഓരോരുത്തർക്കും അങ്ങനെ വാദം ഉന്നയിക്കാമല്ലോ എന്നാണ് സുഹൃത്തിൻ്റെ ചോദ്യം. ഇവിടെ ഒന്നാമതായി തന്നെ ഒരു ധാരണ പിശക് തിരുത്തേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അവതരിപ്പിക്കപ്പെട്ട വേദങ്ങളെല്ലാം ശ്രേഷ്ഠമാണ് എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ സങ്കല്പം. ഇസ്ലാം പഠിപ്പിക്കുന്നത് ഭാരതത്തിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാർക്ക് വേദങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഭാരതത്തിന് പുറത്തേക്ക് കടന്നു വന്ന പ്രവാചകന്മാർക്കും വേദങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവയെല്ലാം ശ്രേഷ്ഠമാണ് എന്നും അവയെല്ലാം ദൈവിക മാർഗദർശനത്തിലേക്ക് മനുഷ്യരെ ആയിരുന്നു എന്നും ആണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 84-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഖുൽ ആമന്നാ ബില്ലാഹി വമാ ഉൻസില അലൈനാ വമാ ഉൻസില അലാ ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ വ യാഖൂബ വൽ അസ്ബാത്തി വമാ ഊതിയ മൂസ വ ഈസ വൻ നബിയ്യൂന മിൻ റബ്ബിഹിം ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും വ നഹ്നു ലഹു മുസ്ലിമൂൻ. ഖുർആൻ പഠിപ്പിക്കാം, ഒരു മുസ്ലിമിനോട് പ്രഖ്യാപിക്കാൻ വേണ്ടി. എന്താ? ആമന്നാ ബില്ലാഹി, അള്ളാഹുവിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ പടച്ചതമ്പുരാനിൽ നിന്ന് ഞങ്ങൾക്ക് അവതരിപ്പിച്ച് ലഭിച്ചിട്ടുള്ള ഈ വേദഗ്രന്ഥത്തിൽ പരിശുദ്ധ ഖുർആനിൽ വിശ്വസിച്ചിരിക്കുന്നു. കഴിഞ്ഞില്ല. മുൻപ് അബ്രഹാമിന്, ഇസ്ഹാക്കിന്, യാക്കോബിന്, ഇസ്മയേലിന്, യാക്കോബിന്, യേശുവിന്, മോശയ്ക്ക് എന്നു വേണ്ട ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർക്ക് മുഴുവനും അവതരിപ്പിക്കപ്പെട്ട വേദങ്ങളിൽ അവർക്ക് അവതരിപ്പിക്കപ്പെട്ട ശാശ്വത സത്യങ്ങളിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. എന്നിട്ട് ഖുർആൻ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ല, നുഫർരിഖു ബൈന അഹദിൻ മിൻഹും, അവ തമ്മിൽ യാതൊരു വ്യത്യാസവും ഞങ്ങൾ കൽപ്പിക്കുന്നില്ല. എല്ലാവരും ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരാണ്. എല്ലാവരും ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരിലൂടെ അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. അവ തമ്മിൽ യാതൊരു വ്യത്യാസവും കൽപ്പിക്കുന്നില്ല. കാരണം എന്താ? നഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഇസ്രായേലരല്ല, അറബികളല്ല, ഞങ്ങൾ ഇന്ത്യക്കാരല്ല, മറിച്ച് മുസ്ലിങ്ങളാണ്. സർവശക്തനായ തമ്പുരാന് ജീവിതത്തെ സമർപ്പിക്കാമെന്ന് പ്രതിജ്ഞയെടുത്തിട്ടുള്ള ആളുകളാണ്. ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരുടെ മുഴുവനും ആദർശത്തെ സ്വീകരിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ ശ്രേഷ്ഠത എന്ന് പറയുമ്പോൾ എല്ലാ വേദഗ്രന്ഥങ്ങളും ദൈവത്താൽ അവതരിപ്പിക്കപ്പെട്ടതായിരുന്നു എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഈ രംഗത്തുള്ള അടിസ്ഥാനപരമായ വാക്യം. പക്ഷേ
നമുക്ക് മതങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. മതം എല്ലാം മനുഷ്യരെവിടെ വിശാചരണത്തിൽ പറഞ്ഞു, എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച മതം മനുഷ്യരെ ധർമാധർമ്മങ്ങളെക്കുറിച്ച് കൃത്യമായി വ്യവച്ഛേദിപ്പിച്ച് പറഞ്ഞു കൊടുത്തതാ. പക്ഷേ പിൽക്കാലത്ത് എന്തുണ്ടായി? പ്രവാചകന്മാരുടെ കാലം കഴിഞ്ഞു. പ്രവാചകന്മാരുടെ കാലം കഴിഞ്ഞപ്പോൾ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് മതത്തിൽ മാറ്റം വരുത്തി. സ്വന്തം താല്പര്യത്തിനനുസരിച്ച് പലതും ഉണ്ടാക്കി, പലതും കടത്തിക്കൂട്ടി, പലതും എടുത്തു മാറ്റി. നമുക്ക് ഭാരതത്തിൽ കാണാൻ കഴിയും, പുറത്ത് കാണാൻ കഴിയും, എല്ലായിടത്തും കാണാൻ കഴിയും. ഇവിടെ മതത്തിൻ്റെ ഭാഗമായി നിലനിന്നിരുന്ന ചാതുർവർണ്ണത്തെ പോലെയുള്ള, സതിയെ പോലെയുള്ള, അതേപോലെ തന്നെ ഒരുപാട് ആചാരങ്ങൾ മതവിശ്വാസത്തിൻ്റെ ഭാഗമായി കടന്നു വന്നു. ചൂഷകന്മാരായ ആളുകൾ സ്വന്തം താല്പര്യത്തിന് വേണ്ടി കടത്തിക്കൂട്ടി. ഇത് കടത്തിക്കൂട്ടിയതോടൊപ്പം തന്നെ ഇവരുടെ സ്വകാര്യ സ്വത്തായിരുന്നു പലപ്പോഴും വേദഗ്രന്ഥം, പുരോഹിതന്മാരുടെ. ആ സ്വകാര്യ സ്വത്തായ വേദഗ്രന്ഥത്തെ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് വളച്ചും മിനുക്കിയും എടുത്തുവാൻ തയ്യാറായി. പലപ്പോഴും വേദഗ്രന്ഥങ്ങൾ നഷ്ടപ്പെട്ടു. വേദഗ്രന്ഥങ്ങൾ തന്നെ ഇല്ലാത്ത അവസ്ഥയുണ്ടായി. വീണ്ടും വീണ്ടെടുക്കുന്ന രൂപത്തിൽ പലരും എഴുതി. ഖുർആൻ ഈ കാര്യം പറയുന്നുണ്ട്. ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദിഹിം സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹി ലിയശ്തറൂ ബിഹി സമനൻ ഖലീല. ഖുർആൻ പറയാണ്, സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥമെഴുതിയുണ്ടാക്കി സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, തുച്ഛമായ ലാഭങ്ങൾക്ക് വേണ്ടി ഇത് ദൈവികമാണ്, അത് ദൈവികമാണ് എന്ന് പറഞ്ഞവർക്കാകുന്നു നാശം. ഉണ്ടായിട്ടുണ്ട്. ബൈബിൾ പറയുന്നുണ്ട് ഇക്കാര്യം. ബൈബിളിൽ ജെറമിയ പ്രവാചകന്റെ പുസ്തകം, യിരെമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ 8-ാം അധ്യായത്തിൽ 8-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. ബൈബിൾ പറയാണ്, ഞങ്ങൾ ജ്ഞാനികൾ, അന്നത്തെ ജെറമിയ പ്രവാചകൻ അന്നത്തെ പുരോഹിതന്മാരോട് പറയാ, ഞങ്ങൾ ജ്ഞാനികൾ, ഞങ്ങളുടെ കയ്യിൽ വേദഗ്രന്ഥം ന്യായപ്രമാണമുണ്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? നിങ്ങളുടെ വ്യാജത്തൂലിക, കള്ള കയ്യെഴുത്തുകോൽ അതിനെ വ്യാജമാക്കിയിരിക്കുന്നു. കള്ള കയ്യെഴുത്തുകോൽ വ്യാജാക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അറിയാലോ? പലതും അവരുടെ വകയായിട്ട് എടുത്തു ചേർത്തു. വേദങ്ങളെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. പല സമയത്തും വേദങ്ങളിൽ പ്രക്ഷിപ്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പലതും കടന്നുകൂടിയിട്ടുണ്ട്, നഷ്ടപ്പെട്ടുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. ഇത് ഞാൻ പറയുന്ന വാദമല്ല. നിങ്ങൾ പുരാണങ്ങളിൽ എടുത്ത് പരിശോധിച്ച് നോക്കുക. ഇതിഹാസങ്ങളിൽ മഹാഭാരതത്തിലെ കിഷ്കിന്ധ കാണ്ഡത്തിൽ നമുക്ക് ഹനുമാൻ ശ്രീരാമനോടായി പറയുന്നത്, രാമായണത്തിലെ കിഷ്കിന്ധ കാണ്ഡത്തിൽ ഹനുമാൻ ശ്രീരാമനോടായി പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. താമഹം മാനയിഷ്യാമി നഷ്ടാം വേദശ്രുതിമിവ. എങ്ങനെയാണോ വേദശ്രുതികൾ നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വീണ്ടെടുത്തു കൊണ്ടുവന്നത്, അതേപോലെ സീതയെ ഞാൻ വീണ്ടെടുത്തു വരാം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് ബ്രാഹ്മണന്മാരുടെ സ്വകാര്യ സ്വത്തായിട്ടാണ് അന്ന് വേദം വ്യവഹരിച്ചു പോന്നിരുന്നത്. എഴുതപ്പെട്ട വിദ്യയായിരുന്നില്ല. അനാലേഖ്യ സരസ്വതി എന്നാണ് വേദത്തിൻ്റെ ഒരു പര്യായം തന്നെ. എന്താ എഴുതപ്പെടാത്ത വിദ്യ എന്നർത്ഥം. ഈ എഴുതപ്പെടാത്ത വിദ്യയായിരുന്ന വേദം ഒരു പ്രത്യേക സമുദായത്തിൻ്റെ സ്വന്തമായ സ്വകാര്യ സ്വത്തായിരുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും അത് നഷ്ടപ്പെട്ടു, വീണ്ടും വീണ്ടെടുത്തു എന്നെല്ലാമാണ് പറയപ്പെടുന്നത്. ഈ കാര്യത്തിൽ പ്രഗത്ഭമായ പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സത്യവ്രത പട്ടേലിൻ്റെ ഹിന്ദുയിസം ദ റിലിജൻ ആൻഡ് വേ ഓഫ് ലൈഫ് എന്ന പുസ്തകം എടുത്തിട്ട് നോക്കുക. അദ്ദേഹം അതിൽ വിശദീകരിക്കുന്നുണ്ട് വേദങ്ങളെക്കുറിച്ചുള്ള ഭാഗത്ത്. വേദം പലപ്പോഴും ആദിമ വേദസംഹിത ഒന്നിച്ചായിരുന്നെന്നും ആ ആദിമ വേദസംഹിതയിൽ ഇപ്പോൾ ഒരുപാട് വചനങ്ങളുണ്ടായിരുന്നെന്നും പല വചനങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നും, എങ്കിലും ഇന്ന് കാണപ്പെടുന്ന വേദം തന്നെ സമ്പൂർണ്ണമാണ് എന്നുമാണ് അദ്ദേഹം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. സാധുശീലൻ പരമേശ്വരൻ പിള്ളയുടെ ഹിന്ദു ധർമ്മ പരിചയം എന്ന പുസ്തകത്തിൽ വേദം എന്നാൽ എന്ത് എന്നിട്ടൊരു അധ്യായമുണ്ട്, നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കുക. അപ്പോൾ ഞാൻ പറയുന്നത്, ഹൈന്ദവ ദർശനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിസ്ഥാന രേഖയായി പരിഗണിക്കപ്പെടുന്ന വേദസംഹിതകൾ പോലും പല സമയത്തും തിരുത്തിയെഴുതപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ് വ്യക്തമാകുന്നത്. ജാതി വ്യവസ്ഥക്ക് അനുസൃതമായി വേദസംഹിതയിൽ തിരുത്തിയെഴുതപ്പെട്ടു എന്ന് വൈദിക പണ്ഡിതന്മാർ പോലും അടുത്ത കാലത്ത് പോലുള്ള ചർച്ചയിൽ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ ഋഗ്വേദത്തിലെ 10-ാം മണ്ഡലത്തിലെ 90-ാം സൂക്തത്തിലെ 12-ാമത്തെ വചനമാണ് ബ്രാഹ്മണ മേധാവിത്വത്തിന്, അതല്ലെങ്കിൽ ചാതുർവർണ്ണ വ്യവസ്ഥയുടെ അടിത്തറയായി അവതരിപ്പിക്കാറുള്ള വചനം. ബ്രാഹ്മണാസ്യ മുഖമാസീത് ബാഹുരാജന്യകൃതഃ ഊരു തദസ്യ ദ്വൈഷ്യപാദ്യ ശൂദ്രോ അജായത എന്നുള്ള വചനം. ബ്രാഹ്മണൻ മുഖത്തിൽ നിന്ന്, ക്ഷത്രിയൻ ചെസ്റ്റിൽ നിന്ന്, വൈശ്യൻ തുടയിൽ നിന്ന്, ശൂദ്രൻ പാദത്തിൽ നിന്നുണ്ടായതാണ് എന്ന് പറയുന്ന വചനം. ഈ വചനം പിൽക്കാലഘട്ടത്തിൽ എഴുതി ചേർത്തതാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്, ഹൈന്ദവ പണ്ഡിതന്മാർക്കിടയിൽ. അപ്പോൾ ഇതിനർത്ഥം എന്താണ്? പലപ്പോഴും പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട്, എഴുതി ചേർത്തപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴുള്ള വേദസംഹിതയിൽ, ഇപ്പോഴുള്ള വേദങ്ങളിൽ പോലും
എന്നാൽ ഏറ്റവും പുരാതനമായ ആദിമ വേദസംഹിത ഉണ്ടായിരുന്നെന്നും അത് ഈ രൂപത്തിൽ ആയിരുന്നില്ല, പിന്നെ പഹ്ലവി ലിപിയിലായിരുന്നു, അറബി എഴുതുന്നത് പോലെയായിരുന്നു എഴുതിയിരുന്നത് എന്നും അത് ഇന്നത്തെ സംസ്കൃത ലിപി ആയിരുന്നില്ല എന്നുമെല്ലാം പറയുമ്പോൾ ഏറ്റവും ആദിമമായി ഈ പ്രവാചകന്മാർ, ഇന്ത്യയിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാർ പഠിപ്പിച്ച അടിസ്ഥാന ആദർശം, ആ അടിസ്ഥാന വേദഗ്രന്ഥം വിശുദ്ധമായിരുന്നെന്നും മനുഷ്യരെ കൃത്യമായി മാർഗദർശനം ചെയ്യുന്നതായിരുന്നു എന്നും വിശ്വസിക്കേണ്ടത് മുസ്ലിങ്ങളുടെ കടമയാവുകയാണ്. ഇതേപോലെ തന്നെ എല്ലായിടത്തും അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ മനുഷ്യരുടെ കൈകടത്തലുകൾ നടന്നതുകൊണ്ട് തന്നെ ഈ വേദങ്ങളിലെല്ലാം ഒരുപാട് അബദ്ധങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾക്ക് പരിശോധിക്കാം. ചരിത്രപരമായുള്ള അബദ്ധങ്ങൾ, ശാസ്ത്രീയമായുള്ള അബദ്ധങ്ങൾ, വൈരുദ്ധ്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും പരിശോധിക്കാവുന്നതാണ്. അതിനെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ നിരവധി അതിൻ്റെ പണ്ഡിതന്മാർ തന്നെ പറയുന്ന കാര്യമുണ്ട്, വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന്, അതേപോലെ തന്നെ അബദ്ധങ്ങളുണ്ട് എന്ന്. അക്കാലഘട്ടത്തിലെ ആളുകളുടെ ചിന്താഗതിക്കനുസരിച്ച് എഴുതപ്പെട്ടതായതുകൊണ്ട് തന്നെ സ്വാഭാവികമാണ് അതിൽ. ഇവിടെയാണ് മനുഷ്യരുടെ കരവിരുതുകൾ നടന്നിട്ടില്ല എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആന്റെ ദൈവ്യമായ പ്രഖ്യാപനം പ്രസക്തമാകുന്നത്. മുസ്ലിങ്ങൾക്കിടയിൽ അനാചാരങ്ങൾ ഉണ്ടായിട്ടില്ല എന്നോ മുസ്ലിങ്ങൾ ഖുർആന്റെ പാതയിൽ നിന്ന് പിഴച്ചു പോയിട്ടില്ല എന്നോ ഒന്നും നമ്മൾ വാദിക്കുന്നില്ല. പക്ഷേ ആ പിഴവുകളെല്ലാം ഉള്ളപ്പോൾ തന്നെ പരിശുദ്ധ ഖുർആനിൽ ഈ പിഴവുകൾക്കനുസൃതമായ എന്തെങ്കിലും ഒരു സ്ഖലിതമുണ്ടാക്കാൻ, എന്തെങ്കിലും ഒന്ന് എഴുതി ചേർക്കാൻ, എന്തെങ്കിലും എടുത്തു മാറ്റാൻ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. കാരണം എന്താ? മുസ്ലിങ്ങളുടെ വിശ്വാസ്യത കൊണ്ടൊന്നുമല്ല, മറിച്ച് പടച്ച തമ്പുരാൻ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വം അവൻ നിർവഹിക്കുന്നത് കൊണ്ട്. ഖുർആൻ പഠിപ്പിച്ച സംരക്ഷണത ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, നാം ആകുന്നു ഇത് അവതരിപ്പിച്ചത്, നാം അതിനെ സംരക്ഷിക്കും. എങ്ങനെ നമ്മൾ പരിശോധിക്കും? നിങ്ങൾക്ക് പരിശോധിക്കാം. ഒന്നാമതായി പരിശുദ്ധ ഖുർആൻ മാത്രമാണ് ദൈവികമെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ഒരു ഗ്രന്ഥം. പരിശോധിക്കാം നിങ്ങൾക്ക്. ഖുർആനിൽ ആവർത്തിച്ച് ഈ പ്രഖ്യാപനം കാണാൻ കഴിയും. ഞാൻ പറയുന്നു, ഇന്ന് വേദഗ്രന്ഥത്തിൻ്റെ പുറംചട്ട അടിഞ്ഞുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്ന ഒരു ഗ്രന്ഥവും സ്വയം പൂർണ്ണമായി ദൈവികമാണ് എന്ന പ്രഖ്യാപനം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഖുർആനിൽ അതാ, ഖുർആനിൽ 26-ാമത്തെ അധ്യായം സൂറത്ത് ശുഅറയിലെ 192-ാമത്തെ വചനം വഇന്നഹു ലതൻസീൽ റബ്ബിൽ ആലമീൻ. ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്ത് സജദയിലെ 1-2 വചനങ്ങൾ അലിഫ് ലാം മീം തൻസീലുൽ കിതാബ് ലാ റൈബ ഫീഹി മിൻ റബ്ബിൽ ആലമീൻ. ഖുർആനിലെ 36-ാമത്തെ അധ്യായം സൂറത്ത് യാസീനിലെ 1 മുതൽ 5 വരെയുള്ള വചനങ്ങൾ യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൽ മുസ്തഖീം തൻസീലുൽ അസീസിർ റഹീം. ഖുർആനിലെ 55-ാമത്തെ അധ്യായം സൂറത്ത് റഹ്മാനിലെ 1-2 വചനങ്ങൾ അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ. ഇങ്ങനെ നിരവധി തവണ സർവ്വലോക രക്ഷിതാവിൽ നിന്ന്, സർവോന്നതനായ തമ്പുരാനിൽ നിന്ന്, പരമകാരുണികളിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാകുന്നു ഈ ഗ്രന്ഥം എന്നുള്ള പ്രഖ്യാപനം കാണാൻ കഴിയും. ആ പ്രഖ്യാപനം ഉള്ളതുകൊണ്ട് മാത്രം ആ ഗ്രന്ഥം ദൈവിക ആണെന്നില്ല കേട്ടോ. ആ പ്രഖ്യാപനമുണ്ട് ഒന്നാമത്. രണ്ടാമതായി പരിശുദ്ധ ഖുർആന്റെ സവിശേഷ അവതരിപ്പിക്കപ്പെട്ട രൂപത്തിൽ തന്നെ നിലനിൽക്കുന്നു. വേറൊരു ഗ്രന്ഥത്തിനും അത് അവകാശപ്പെടാൻ കഴിയില്ല. മൂന്നാമത്തെ ഖുർആന്റെ സവിശേഷത ഖുർആൻ സ്വയം പറയുന്നു, അഫലാ യതദബ്ബറൂനൽ ഖുർആന വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കതീറ. ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറത്തു നിസായിലെ 82-ാമത്തെ വചനം. അവർ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അതെങ്ങാനും ദൈവത്തിൽ നിന്നുള്ളതല്ലായിരുന്നുവെങ്കിൽ അവർക്കതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താമായിരുന്നു. ഖുർആനിൽ നിങ്ങൾ തിരയുക, ഒരൊറ്റ വൈരുദ്ധ്യം പോലുമില്ല എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. വൈരുദ്ധ്യങ്ങൾ ആരോപിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് നേര്. പക്ഷേ ആരോപണങ്ങൾക്ക് വസ്തുനിഷ്ഠമായ മറുപടി നൽകാൻ ഓരോ മുസ്ലിമിനും കഴിയും. എന്നാൽ മറ്റു വേദഗ്രന്ഥങ്ങളോ, ആ വേദഗ്രന്ഥങ്ങളുടെ വക്താക്കൾ തന്നെ അതിലെ വൈരുദ്ധ്യങ്ങൾ അംഗീകരിക്കുന്നവരാണ്. നാലാമതായി പരിശുദ്ധ ഖുർആന്റെ സവിശേഷത, പരിശുദ്ധ ഖുർആൻ ഒരുപാട് ചരിത്ര സംഭവങ്ങളെക്കുറിച്ച് പറയുന്നു. ആ ചരിത്ര സംഭവങ്ങൾ ഒരെണ്ണം പോലും ചരിത്രവുമായി, ചരിത്ര രംഗത്ത്, ചരിത്ര ഗവേഷണ രംഗത്ത് പുതിയ പുതിയ ഉത്ഖനന ഗവേഷണങ്ങൾ നടക്കുമ്പോൾ ഒരെണ്ണം പോലും ചരിത്രപരമായി സ്ഥിരീകരിക്കപ്പെടാത്തതാണ് എന്ന്, തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ ഒരാൾക്കും കഴിയുന്നില്ല. ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം, മറ്റ് ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ചരിത്രപരമായി ചരിത്രത്തിൻ്റെ അളവുകോല് വെച്ചുകൊണ്ട് പരിശോധിക്കുമ്പോൾ അതിൽ പറയുന്ന ചരിത്ര സംഭവങ്ങളിൽ ഒന്നുകിൽ അബദ്ധങ്ങളുണ്ട്, അല്ലെങ്കിൽ എക്സാജറേഷൻ ഉണ്ട് എന്നുള്ള വസ്തുത ചരിത്ര പണ്ഡിതന്മാർ അംഗീകരിക്കുന്നു. അഞ്ചാമതായി പരിശുദ്ധ ഖുർആനിൽ നിരവധി പ്രവചനങ്ങളുണ്ട്. ആ പ്രവചനങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയുന്നു. ഇനി മരണാനന്തര ജീവിതത്തെക്കുറിച്ച്, അവസാന നാളിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെടാനിരിക്കുകയും ചെയ്യുന്നു. ആറാമതായി പരിശുദ്ധ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിരക്ഷരനായ ഒരു മനുഷ്യന്റെ നാവിലൂടെ ലോകം ശ്രവിച്ച ഗ്രന്ഥത്തിൽ ശാസ്ത്ര സാങ്കേതിക വൈജ്ഞാനിക രംഗങ്ങളിൽ ഉത്തരോത്തരം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന ആധുനിക മനുഷ്യന്റെ കാഴ്ചപ്പാടിലൂടെ, കണ്ണിലൂടെ, കണ്ണാടയിലൂടെ നോക്കുമ്പോൾ തീർച്ചയായും അബദ്ധങ്ങൾ ഉണ്ടാകേണ്ടതാണ്.
പ്രത്യേകിച്ചും പരിശുദ്ധ ഖുർആനിൽ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെക്കുറിച്ച്, ആകാശഗോളങ്ങളെക്കുറിച്ച്, സൂര്യചന്ദ്ര നക്ഷത്രാദികളെക്കുറിച്ച്, കാറ്റിനെക്കുറിച്ച്, മഴയെക്കുറിച്ച്, ഭൂമിയെക്കുറിച്ച്, ഭൂമിയിലെ വ്യത്യസ്ത പ്രതിഭാസങ്ങളെക്കുറിച്ച്, തിരമാലകളെക്കുറിച്ച്, കടലിനെക്കുറിച്ച്, അതേപോലെ തന്നെ വളർന്നു വരുന്ന സസ്യജാലങ്ങളെക്കുറിച്ച്, ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജന്തു ജീവജാലങ്ങളെക്കുറിച്ച്, അതേപോലെ മനുഷ്യൻ്റെ ശരീരത്തെക്കുറിച്ച്, ശരീരത്തിലെ ആന്തരികമായ ബാഹ്യമായ അവയവങ്ങളെക്കുറിച്ച്, മനുഷ്യൻ്റെ ഭ്രൂണ പരിണാമത്തെക്കുറിച്ച്, ഇങ്ങനെ പല വിഷയങ്ങളെക്കുറിച്ചും പരിശുദ്ധ ഖുർആൻ പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ആ പരാമർശങ്ങളിൽ ഒന്നിൽ പോലും വസ്തുനിഷ്ഠമായി ഒരബദ്ധമുണ്ട് എന്ന് സ്ഥാപിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. മാത്രമല്ല, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടക്കുമ്പോൾ, പുതിയ പുതിയ അറിവ് നമുക്ക് ആ വിഷയത്തിൽ വന്നു ലഭിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു ഖുർആൻ പറഞ്ഞത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരാമർശിച്ചത് കൃത്യമായിരുന്നു, വസ്തുനിഷ്ഠമായിരുന്നു, അബദ്ധങ്ങളില്ലാത്ത പരാമർശങ്ങളായിരുന്നു എന്ന്. ഇനി ഏത് മാനദണ്ഡം ഉപയോഗിക്കുക? ധാർമ്മികതയുടെ മാനദണ്ഡം ഉപയോഗിക്കുക. ധാർമ്മികതയുടെ മാനദണ്ഡം ഉപയോഗിക്കുക. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ധാർമ്മിക നിയമങ്ങൾ, ആ നിയമങ്ങൾ ഏതെങ്കിലും ഒന്ന്, ഖുർആൻ ചെയ്യണമെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം, അത് ചെയ്യാനുള്ള കൽപ്പന വഴി മനുഷ്യ സമുദായത്തെ തകർക്കുകയാണ് ഖുർആൻ ചെയ്തത് എന്ന്, അത് ചെയ്യാനുള്ള കൽപ്പന വഴി മനുഷ്യൻ്റെ പുരോഗതിക്ക് വിഘാതമാവുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറയാൻ ഒരാൾക്ക് സാധ്യമല്ല. ഖുർആൻ നിരോധിച്ച കാര്യങ്ങൾ അതിലേതെങ്കിലും ഒന്ന് നിരോധിക്കാൻ പാടില്ലായിരുന്നു എന്ന് വസ്തുനിഷ്ഠമായി തെളിയിക്കാൻ ഒരാൾക്കും കഴിയില്ല. എട്ടാമതായി പരിശുദ്ധ ഖുർആൻ മരണാനന്തര ജീവിതത്തെക്കുറിച്ച്, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് കൃത്യമായ, സ്പഷ്ടമായ, യാതൊരു രീതിയിലുമുള്ള സംശയത്തിന് ഇടനിൽക്കാത്ത വിധത്തിലുള്ള വ്യക്തമായ പരാമർശങ്ങൾ നടത്തി എനിക്ക് എൻ്റെ ജീവിതത്തിന് എന്ത് ലക്ഷ്യമുണ്ട് എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നു. അത് ഈ 8 മാനദണ്ഡങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് പരിശുദ്ധ ഖുർആന്റെ ദൈവികത ബോധ്യപ്പെടും എന്നുള്ളതാണ് സത്യം. നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഓരോന്നും വിശദീകരിക്കാൻ ഒരുപാട് സമയം വേണ്ടിവരും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എണ്ണമിട്ട് പറഞ്ഞു പോയത്. ഉപചോദ്യം. അടുത്തതായി ചോദിക്കാനുള്ളത്, ബൈബിൾ പ്രകാരം മനുഷ്യൻ്റെ പാപപരിഹാര ബലിയായി യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റി എന്ന് പറയപ്പെടുന്നുണ്ട്. എന്നാൽ അതേപോലെ തന്നെ സമാനവാചകം ഹൈന്ദവ ഗ്രന്ഥമായ ഋഗ്വേദത്തിൽ കാണുന്നുണ്ട്. മനുഷ്യൻ്റെ അന്ത്യനാളിൽ, അന്ത്യവിധിക്കായി യേശു ക്രിസ്തുവാണ് ഭൂമിയിൽ വരുന്നത്. അതുപോലെ ഹൈന്ദവ ഗ്രന്ഥമായ ഋഗ്വേദത്തിൽ പാപപരിഹാര ബലിയായി യേശുവിന് പ്രജാപതി എന്ന പേരിൽ ദൈവപുത്രനെ കുരിശിലേറ്റിയത് ഒരു മരക്കുരിശിലേറ്റി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തിരുത്തൽ നടന്നത് ഖുർആനിലായിക്കൂടെ എന്ന് എനിക്ക് സംശയം. ചന്ദ്രൻ്റെ ഉപചോദ്യമല്ല, അദ്ദേഹത്തിൻ്റെ അടുത്തൊരു ചോദ്യമാണ്. യേശുവിൻ്റെ പാപപരിഹാര ബലിയെക്കുറിച്ച് ഹൈന്ദവ ഗ്രന്ഥങ്ങളും ബൈബിളും എല്ലാം പറയുന്നു. ഖുർആനിലും പറയുന്നുണ്ടെന്ന് പറഞ്ഞോ? ഇല്ല, എല്ലാം പറയുന്നു. അവിടെ തിരുത്തൽ നടന്നത് ഖുർആനിലായിക്കൂടെ? യഥാർത്ഥ ഖുർആൻ പറയുന്നത് അദ്ദേഹം അങ്ങനെ ഇല്ല എന്നാണല്ലോ എന്നാണ് സുഹൃത്തിൻ്റെ ചോദ്യം. ഇവിടെ സുഹൃത്ത് നേരത്തെ ചോദിച്ച സുഹൃത്തിനൊരു മറുപടി കൂടി നൽകുകയാണ്. ഒന്ന് എന്താണെന്ന് വെച്ചാൽ, സുഹൃത്ത് പറഞ്ഞ പോലെ ഒരു പാപപരിഹാര ബലിയെക്കുറിച്ച് ഹൈന്ദവ ഗ്രന്ഥങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ, വേദസംഹിതകളിലുണ്ട് എന്നാണല്ലോ, ഋഗ്വേദത്തിലുണ്ട്, പ്രജാപതി യാഗത്തെക്കുറിച്ചുണ്ടെന്നാണ്. പ്രജാപതി യാഗത്തെക്കുറിച്ചുണ്ട് എങ്കിൽ ഇന്ത്യയിലെ ഋഷിമാർക്ക് ആർക്കെങ്കിലും ദിവ്യമായ പ്രചോദനം ഉണ്ടായി എന്നല്ല അതിനർത്ഥം. നേരത്തെ പറഞ്ഞ പോലെ ബൈബിളിൽ വേറെടുത്ത് പറഞ്ഞ പ്രവാചകന്മാരിൽ ആരാണ് ഇന്ത്യയിലെ പ്രവാചകൻ? ഇപ്പോൾ ബൈബിളിൽ പറഞ്ഞതല്ലാത്ത പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട് എന്നും അവർക്ക് ഇതേപോലെ ദിവ്യ വെളിപാടുകൾ ഉണ്ടായിട്ടുണ്ടെന്നും ഭാരതത്തിൽ അതേപോലുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നും ഉള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിന് മറുപടിയായിട്ട് സുഹൃത്ത് പറഞ്ഞിട്ടുള്ളത്. ഇനി പ്രജാപതി യാഗം എന്താ? ഞാൻ വെല്ലുവിളിക്കുകയാണ് പ്രജാപതി യാഗത്തെക്കുറിച്ച് പുസ്തകം എഴുതിയ ആളുകളെ മുഴുവൻ. ഋഗ്വേദത്തിൽ പ്രജാപതി യാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ പ്രജാപതി യാഗത്തെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളെല്ലാം ക്രിസ്തുവിൽ യോജിക്കുന്നു എന്ന് പറയാൻ ഇവർക്ക് സാധിക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം. പ്രജാപതിയെക്കുറിച്ച് ബൈബിളിൽ ഋഗ്വേദ സംഹിതയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം യേശുവിൽ യോജിക്കുന്നു എന്ന്, യേശു പ്രജാപതിയാണ് എന്ന്, ആ പ്രജാപതി യാഗമാണ്
പ്രജാപതി യാഗത്തെക്കുറിച്ച് ഋഗ്വേദത്തിൽ പറയുന്ന കാര്യമാണ് യേശുവിൻ്റെ ക്രൂശീകരണത്തിലൂടെ സംഭവിച്ചത് എന്ന് വാദിച്ച് സാധാരണക്കാരായ ഹൈന്ദവ സഹോദരന്മാരെ ക്രിസ്തുവിനെക്കുറിച്ച് ഇതിൽ ഋഗ്വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് വരുത്തി തീർത്ത് അവരെ ക്രൈസ്തവവൽക്കരിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളോട് മുഴുവനുമായിട്ടുള്ള വെല്ലുവിളിയാണിത്. പ്രജാപതിയെക്കുറിച്ച് ഋഗ്വേദത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ക്രിസ്തുവിൽ യോജിക്കുന്നു എന്ന് പറയാൻ അവർക്ക് സാധിക്കുമോ? നമുക്ക് അത് സാധിക്കുമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഋഗ്വേദം കൊണ്ടുവരാം, സംസാരിക്കാം. ഇൻഷാ അല്ലാഹ് ക്രിസ്തുവിനെ കുറിച്ചാണ് എന്ന് പറഞ്ഞാൽ ക്രിസ്തു വ്യാജനാണ് എന്നുവരെ തെളിയിക്കാൻ സാധിക്കുന്ന തെളിവുകൾ ഇൻഷാ അല്ലാഹ് ഋഗ്വേദത്തിൽ നിന്ന് ധരിക്കാൻ കഴിയും. ക്രൈസ്തവ മിഷനറിമാർ പോലും വിരോധിച്ചിട്ടുള്ള, മിഷനറിമാരിൽ ശക്തരായ പലരും വിരോധിച്ചിട്ടുള്ള ഒരു കാര്യമാണിത്. പ്രജാപതി ക്രിസ്തുവല്ല എന്ന പേരിൽ ഗ്രന്ഥങ്ങളുണ്ട്. പ്രജാപതി യാഗം അഥവാ ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം എന്ന പേരിൽ എഴുതപ്പെട്ട പുസ്തകങ്ങൾക്ക് മറുപടി ക്രൈസ്തവ ലോകത്ത് നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്താ കാരണം? പ്രജാപതിയെ കുറിച്ച് ഋഗ്വേദത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം പ്രജാപതി ക്രിസ്തുവാണെങ്കിൽ ക്രിസ്തുവുമായി യോജിക്കുന്നു എന്ന് പറയേണ്ടി വരും. ആ ക്രിസ്തുവുമായി യോജിക്കുന്നുണ്ടോ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. സത്യത്തിൽ എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഈ ഇതിൽ പറയുന്ന ഋഗ്വേദത്തെ വൈരുദ്ധ്യമാണ് ഞാൻ പറഞ്ഞത്. ഇത് രണ്ടും ഒരേപോലെ സംഭവിച്ചിരിക്കാൻ ഏതായാലും സാധ്യതയില്ല. ഉറപ്പല്ലേ? ഒന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഏലി ഏലി ലമാ ശബക്താനി എന്നാണ് അവസാനത്തെ വാക്ക് മത്തായി പ്രകാരം. എന്നാൽ യോഹന്നാൻ പ്രകാരം എല്ലാം നിവൃത്തിയായി എന്നതാണ് അവസാനത്തെ വാക്ക്. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് മത്തായി പ്രകാരം യേശു മരിച്ചത്. യോഹന്നാൻ പ്രകാരം തലചായ്ച്ച് സമാധാനത്തോടു കൂടിയാണ് മരിച്ചത്. ഇത് മാത്രം ഞാൻ ഒരു തെളിവ് മാത്രം പറഞ്ഞതാണ്. ഇങ്ങനെ വൈരുദ്ധ്യങ്ങളാൽ നിബിഡമാണ് ക്രൂശീകരണത്തെക്കുറിച്ച് പറയുന്ന ബൈബിളിലെ വചനങ്ങളെല്ലാം. എന്നാൽ ഖുർആൻ അവിടെ കൃത്യമായി സംശയമില്ലാത്ത ദൈവികമായ വചനം വമാ ഖതലുഹു വമാ സലബുഹു വലാകിൻ ശുബ്ബിഹ ലഹും, ഇല്ല അവർക്ക് അദ്ദേഹത്തെ കൊല്ലാൻ കഴിഞ്ഞിട്ടില്ല, ക്രൂശിക്കാൻ കഴിഞ്ഞിട്ടില്ല, അങ്ങനെ അവർക്ക് സാദൃശ്യപ്പെടുത്തപ്പെടുക മാത്രമാണ് ഉണ്ടായത്. അതാണ് സത്യം. രാജു എന്നാണ് എൻ്റെ പേര്. എനിക്കൊരു ചെറിയൊരു സംശയമുണ്ട്. എന്താ കാരണം വെച്ചാൽ മുസ്ലിം മതവും ഹിന്ദു മതവും തമ്മിലുള്ളൊരു അന്തരം എന്ന് പറഞ്ഞാൽ വിഗ്രഹ ആരാധനയെക്കുറിച്ച്. അപ്പോൾ ദൈവത്തെ സങ്കല്പിച്ച് പുഷ്പാർച്ചന നടത്തുന്നതും സാത്താനെ സങ്കല്പിച്ച് കല്ലെറിയുന്നതും തമ്മിലുള്ള അന്തരം എന്താണ്? ഹിന്ദുമതവും ഇസ്ലാം മതവും തമ്മിലുള്ള അടിസ്ഥാനപരമായ അന്തരങ്ങളിലൊന്നാണ് വിഗ്രഹാരാധന. എന്നാൽ ദൈവത്തെ സങ്കല്പിച്ച് പുഷ്പാർച്ചന നടത്തുന്നതും വിഗ്രഹത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതും സാത്താനെ സങ്കല്പിച്ച് കല്ലെറിയുന്നതും തമ്മിൽ എന്താണ് അന്തരം? ഇവിടെ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ. ഒന്ന്, ഇസ്ലാമും ഹൈന്ദവ ദർശനവും തമ്മിലുള്ള അടിസ്ഥാനപരമായ അഭിപ്രായ വ്യത്യാസമല്ല വിഗ്രഹാരാധന എന്നുള്ളതാണ്. ഹൈന്ദവ ദർശനം തന്നെ അടിസ്ഥാനപരമായി വിഗ്രഹാരാധനയെ നിഷേധിക്കുന്ന ആദർശമാണ്. രണ്ടാമത്, മുസ്ലിങ്ങൾ ആരും തന്നെ സാത്താനെ സങ്കല്പിച്ചുകൊണ്ട് കല്ലെറിയുവാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് രണ്ടാമത്തത്. ചെകുത്താൻ കല്ലെറിഞ്ഞ് ഓടിക്കാൻ പറ്റിയ ഒരു ശരീരഘടനയുള്ള സാധനമാണ് എന്നുള്ള വിശ്വാസം മുസ്ലിങ്ങൾക്ക് ആർക്കുമില്ല. മറിച്ച് കല്ലെറിഞ്ഞ് ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളാണ് സുഹൃത്തിൻ്റെ വിമർശനങ്ങൾക്ക് വിധേയമാകുന്നത്. അവിടെ ഈ ചെകുത്താൻ അവിടെ നിൽക്കുന്നു എന്നും ആ ചെകുത്താനെ ഈ ലക്ഷക്കണക്കിന് ആളുകൾ പോയി കല്ലെറിഞ്ഞ് കൊല്ലും എന്നുമുള്ള വിചാരമല്ല. മറിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് ഏകദൈവാരാധനയുടെ സർവലോക രക്ഷിതാവായ തമ്പുരാൻ അവൻ മാത്രമാണ് ആരാധിക്കപ്പെടേണ്ടത് എന്ന തത്വത്തെ ലോകത്തിൻ്റെ മുന്നിൽ പ്രായോഗികമായി പച്ചയായി കാണിച്ചു കൊടുത്ത ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അബ്രഹാം പ്രവാചകൻ, അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവങ്ങളെ അനുസ്മരിക്കുകയും അദ്ദേഹം പഠിപ്പിച്ച ആദർശങ്ങൾ, ആ ആദർശങ്ങളിൽ നിന്ന് വഴിതെറ്റിയ ജൂത ക്രൈസ്തവരുടെ
വഴികേടിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം പഠിപ്പിച്ച കൃത്യമായ ഏകദൈവാരാധനയുടെ വക്താക്കളായി, പ്രയോക്താക്കളായി, പ്രബോധകരായി നിലനിൽക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഉള്ള കർമ്മങ്ങളാണ് അവിടെ നടക്കുന്നത്. ഈ കർമ്മങ്ങൾ ബഹുദൈവാരാധനയുമായി യാതൊരു ലാഞ്ചനയുമില്ല. മുസ്ലിങ്ങൾ ഈ ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ ഉണ്ടായ സംഭവം, അദ്ദേഹം ഇങ്ങനെ ബലിയറുക്കുവാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹത്തിന് പൈശാചികമായ പ്രചോദനങ്ങളുണ്ടായി എന്നും പിശാച് പല രൂപങ്ങളിൽ വന്നുകൊണ്ട് അദ്ദേഹത്തെ പ്രലോഭിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചു എന്നും ആ സമയത്ത് രൂപങ്ങളിൽ വന്നുകൊണ്ട് പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ച സമയത്ത് കല്ലെറിഞ്ഞ് അദ്ദേഹം ഓടിച്ചു എന്നുമുള്ള വചനങ്ങൾ മനസ്സിലാക്കുമ്പോൾ ആ വചനങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ആ സംഭവത്തെ പിശാചിനെ കല്ലെറിഞ്ഞോടിച്ച പിശാചിൻ്റെ രൂപത്തിനനുസരിച്ച് അവനെ കല്ലെറിഞ്ഞോടിച്ച ആ സംഭവത്തിൻ്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട്, അതല്ലെങ്കിൽ ആ സംഭവത്തിൻ്റെ തനിയാവർത്തനവുമായി ബന്ധപ്പെട്ട് ഉള്ള കർമ്മമാകുന്നത് കൊണ്ട് ആ കർമ്മവുമായി ബന്ധപ്പെട്ട് പറയുന്ന കഥകളിൽ പലപ്പോഴും ആ കഥ പറയാറുണ്ടെന്നുള്ളത് കൊണ്ട് ഉണ്ടാകുന്ന തെറ്റിദ്ധാരണയാണിത്. അല്ലാതെ അവിടെ പിശാചുണ്ട് എന്നോ പിശാചിനെ കെട്ടിയിട്ടിരിക്കുകയാണ് എന്നോ ഈ കല്ലേറ് മുഴുവനും കൊണ്ട് പാവം പിശാച് അവിടെ തന്നെ നിൽക്കുന്നോ ഒന്നും ആരും വിശ്വസിക്കുന്നില്ല. മറിച്ച് പ്രതീകാത്മകമായ, ഞാൻ പറഞ്ഞല്ലോ, അബ്രഹാം പ്രവാചകന്റെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് നടന്ന, അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, പിശാച് രൂപം പൂണ്ട് കണ്ട് കടന്നു വന്ന സമയത്ത് അദ്ദേഹം കല്ലെറിഞ്ഞ് ഓടിച്ച കഥയാണ് പറയുന്നത്. അപ്പോൾ രൂപം കൊണ്ടുകൊണ്ട് കടന്നു വന്ന സമയത്ത് അവൻ്റെ പൈശാചികമായ ഉപദ്രവത്തെ മനസ്സിലാക്കിക്കൊണ്ട് കല്ലെറിഞ്ഞോടിച്ച ആ സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ രൂപത്തിൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി ദൈവിക മാർഗദർശന പ്രകാരം ജീവിച്ചുകൊണ്ട് പിശാചിനെ എൻ്റെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി ഞാൻ കല്ലെറിഞ്ഞോടിക്കും എന്നതിനുള്ള ഒരു പ്രതീകാത്മകമായ പ്രകടനമാണ് ഇവിടെ നടക്കുന്നത്. അതല്ലാതെ ഏതെങ്കിലും രൂപത്തെ വെച്ചുകൊണ്ടോ ആ രൂപത്തിൽ പിശാചുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ടോ അല്ല എന്നുള്ള വസ്തുത സുഹൃത്ത് മനസ്സിലാക്കുക എന്നാണ് എനിക്ക് സൂചിപ്പിക്കാം. ഉപചോദ്യം. അപ്പോൾ ഒരുപാട് പ്രവാചകന്മാർ അവതരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ബന്ധപ്പെട്ടിട്ട് അനുസ്മരിച്ചുകൊണ്ടാണ് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ഈ കണ്ണം ദൈവങ്ങളൊക്കെ തന്നെ ഉണ്ടായതും ആ അനുസ്മരണത്തിൻ്റെ ഭാഗമല്ലേ എന്നും ചോദിക്കുന്നു. ഒരുപാട് പ്രവാചകന്മാരുണ്ടായ ആ അനുസ്മരണത്തിൻ്റെ ഭാഗമായിട്ടല്ല ഇന്ന് കാണുന്ന ദൈവങ്ങളെല്ലാം ഉണ്ടായത് എന്ന്. തീർച്ചയായും അങ്ങനെയുള്ള ദൈവങ്ങളുണ്ട് എന്നത് സത്യമാണ്. എല്ലാം അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ അവിടെ അനുസ്മരണത്തിൻ്റെ ഭാഗമായി അനുസ്മരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും തകരാറുണ്ടെന്ന് നമ്മളാരും പറയുന്നില്ല. ആ യേശുക്രിസ്തുവിനെ നിങ്ങൾക്ക് അനുസ്മരിക്കാം. പക്ഷേ യേശുക്രിസ്തുവിനെ ദൈവമായി ആരാധിക്കപ്പെടുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുമ്പോഴാണ് പ്രശ്നം. ആ വിഗ്രഹത്തെ ആരാധിക്കുമ്പോഴാണ് പ്രശ്നം. അത് വിഗ്രഹം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രശ്നമാണ്. യേശുവിനെ വിഗ്രഹം വെച്ചുകൊണ്ട് ആരാധിക്കുന്നത് മാത്രമല്ല തകരാറ്. വിഗ്രഹം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും യേശുവിനെ എന്നല്ല, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാധിക്കുന്നുവെങ്കിൽ അത് പ്രശ്നമാണ്. ഇസ്ലാമിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. ഇസ്ലാമിൽ നിന്ന് അയാൾ പുറത്തു പോവുകയാണ് ചെയ്യുന്നത്. അവിടെ അനുസ്മരണമല്ല, എല്ലാവരെയും അനുസ്മരിക്കാം. ആ അനുസ്മരണത്തിന് ഒരു കുഴപ്പമില്ല. സംഭവങ്ങൾ അനുസ്മരിക്കാം. ഇബ്രാഹിം നബി അനുസ്മരിക്കുന്നുണ്ട് നമ്മൾ. അതേപോലെ തന്നെ ഓരോ ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിലും ആ പ്രവാചകന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഓരോ കർമ്മങ്ങൾ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അനുസ്മരിക്കുന്നുണ്ട്, മുഹമ്മദ് നബി അനുസ്മരിക്കുന്നുണ്ട്. ഓരോ നമസ്കാരത്തിലും ഈ പ്രവാചകന്മാരെ അനുസ്മരിക്കുന്ന അവസ്ഥാവിശേഷമുണ്ട്. അന്തിമ പ്രവാചകൻ അനുസ്മരിക്കുന്ന അവസ്ഥയുണ്ട്. പക്ഷേ അവരോട് പ്രാർത്ഥിക്കുമ്പോൾ, അവരെ ആരാധിക്കുമ്പോൾ, അവർക്ക് ബലിയറുക്കുമ്പോൾ, അവരിൽ നിന്ന് അഭൗതികമായ സഹായങ്ങൾ അർത്ഥിച്ചുകൊണ്ട് സഹായം തേടുമ്പോൾ വിഷയം മാറുന്നു. അവരെ ആരാധിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകുന്നു. അവരെ ആരാധിക്കപ്പെടുന്ന അവസ്ഥയാണ് ഇസ്ലാം വിമർശിക്കുന്നത്. അതാണ് തെറ്റ്. അത് യേശുവായാലും ശ്രീകൃഷ്ണനായാലും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നാലും ആരായിരുന്നാലും ആരാധിക്കപ്പെട്ടുകൂടാ എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സങ്കല്പം, അടിസ്ഥാന ആദർശം. അതല്ലാതെ അനുസ്മരിച്ചുകൂടാ എന്നല്ല. OP അബൂബക്കർ, നിലമ്പൂർ. ആദ്യമായി അക്ബർ സാറിനോടൊരു അഭ്യർത്ഥന. മഞ്ചേരിയിൽ സ്വാമി ചിദാനന്ദപുരിയായിട്ട് ഒരു നേരിട്ടുള്ള
സംവാദം നടത്തിയിരുന്നു. അതിൻ്റെ CD അല്ല ഓഡിയോ ചോദിച്ചിട്ട് നിങ്ങളെ കൗണ്ടറിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തകരിൽ നിന്ന് ഇതുവരെ കിട്ടിയിട്ടില്ല. വീണ്ടും ഒരു സംവാദത്തിന് അക്ബർ സാറ് തയ്യാറല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിന് നിജസ്ഥിതി ഒന്ന് പറയണം. കൂടാതെ മലക്കുകളെ പറ്റി ഇപ്പോൾ സർവശക്തനായ അല്ല, ഈ അല്ല എന്തിനായി മലക്കുകളെ ഒരുപാട് വകുപ്പും കൊടുത്തിട്ട് പുറത്തിറക്കി? പിന്നെ അത് മാത്രമല്ല, ദേവതകൾ, മാലാക്കകൾ, ഹിന്ദു ദേവത എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മാലാക്ക എന്ന് പറയും. നമ്മൾ നായനാർ മന്ത്രിസഭയിലുണ്ടായിരുന്ന മന്ത്രിമാർ ആ മന്ത്രിസഭ പോയതോടുകൂടി പോയി. ഇപ്പം ആൻ്റണിൻ്റെ മന്ത്രിമാരുണ്ട്. എന്നാൽ ഇസ്ലാമിൻ്റെ മതം വന്നപ്പോൾ ക്രിസ്ത്യൻ്റെയും ഹിന്ദുവിൻ്റെയും മന്ത്രിമാർ മാലാക്കന്മാരിപ്പം ഉണ്ടോ? അതോ അവർ തമ്മിലുള്ള കുഴപ്പം കൊണ്ടാണോ രാജ്യത്ത് ഇപ്പം വിഷയത്തിൽ പറഞ്ഞു ഇസ്ലാമിൻ്റെ ഘടന, ഈ പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തന രീതി വിവരിച്ചുകൊണ്ടാണ് അത് സമർത്ഥിച്ച്. ചിലയിടത്ത് ഭൂമി കുലുക്കണ്ടാണ്. ആന്ധ്രയിൽ 4 കിലോമീറ്റർ കടൽ കയറിയിട്ട് ആയിരക്കണക്കിന് ആളുകളാണ് മരിച്ചത്. അപ്പം ഇത് ഘടന ഒരു ഘടനയുള്ള ഫാക്ടറിയിൽ ISI മുദ്രയുള്ള ഫാക്ടറിയിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് വരും. അപ്പോൾ ഒരു ഘടന ഇല്ലാത്ത ഒരു സംവിധാനത്തിലല്ലേ ഇങ്ങനെ വരുള്ളൂ? അതോ ഈ മുൻ മലക്കുകളും ഇസ്ലാമിൻ്റെ മലക്കുകളും കൂടിയിട്ട് ഉള്ള കലഹ? ആ അല്ല, ഇതിനോട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ഇനി പറ്റില്ല, ഞാൻ നിർത്തിക്കോളാം. മുമ്പും നിർത്തിയിട്ടുണ്ട്, അവിടെ നിർത്തിയിട്ടുണ്ട്, അപ്പുറത്ത് നിർത്തിയിട്ടുണ്ട്. പ്രതിഷ്ഠയില്ലാത്ത ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠണം വെക്കാവോ? കഴിഞ്ഞ ചോദ്യത്തിൻ്റെ ഒരു ഭാഗം പ്രതിഷ്ഠ ഇല്ല. ആ ക്ഷേത്രത്തിൽ നമുക്ക് പോയിട്ട് മുസ്ലിങ്ങൾക്ക് പോയിട്ട് പ്രതിഷ്ഠണം ചെയ്യാൻ പറ്റുമോ?